ഓക്കെ, അപ്പം ബാക്കിയുള്ളവർ ജോയിൻ ചെയ്തോളും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പോർഷൻസിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ തൊട്ട് ദിവസം മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തുടങ്ങിയിരുന്നു. അപ്പം ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ട് പേജ് എന്താണെന്ന് നമ്മൾ പൊതുവേ ചർച്ച ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗിനും സോഷ്യൽ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. എങ്ങനെ ഫേസ്ബുക്ക്, ഗൂഗിൾ ആഡ്സും ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഒക്കെ നമ്മുടെ ബിസിനസ്സിന് ഉപകാരപ്പെടും എന്നുള്ളതാണ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ പേജ് തുടങ്ങുന്നൊന്ന് പഠിച്ചിരുന്നു. ഇന്ന് ഒഫീഷ്യലി ഈ ക്ലാസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ഇന്ന് തൊട്ടുള്ള റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ക്ലാസ്സിന് ശേഷം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ റെക്കോർഡിങ്സും കൂടെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ നോക്കി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി ഇന്ന് തൊട്ട് റെക്കോർഡിങ്സ് ഉണ്ടാകും. ഈ കോൾ റെക്കോർഡഡ് ആണ്, മീൻസ് ഈ മീറ്റ് റെക്കോർഡഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അന്ന് പഠിച്ച അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട കാര്യം ഒന്നും കൂടെ റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. നമുക്ക് പേജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ മിക്കവർക്കും പേജ് സ്റ്റാർട്ട് ചെയ്യാൻ അറിയായിരിക്കും. എന്നാലും ഞാൻ ക്വിക്ക് ആയിട്ടൊന്ന് മറ്റുള്ളവർക്കും കൂടെ വേണ്ടി പറയുവാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രൊഫൈലുകൾ, ആ പ്രൊഫൈലിന് കുറെ ഓപ്ഷൻസ് ഫേസ്ബുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അതിലൊരു 50% ഓപ്ഷൻസ് മാത്രമേ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നോർമലി ഒരാൾ ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ അതിന് പുറമെ ഒരുപാട് പെർമിഷൻസും ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. നമ്മൾ അത് അധികം ഉപയോഗിക്കാറില്ല. അതിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ഫേസ്ബുക്ക് പ്രൊഫൈലിലും ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങാനുള്ള ഒരു അനുവാദം ഫേസ്ബുക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു പെർമിഷനാണ് ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ഇവിടെ കാണുന്ന സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലേ? രോഹിത്, സ്ക്രീൻ വിസിബിൾ അല്ലേ എൻ്റെ? അതെ, വിസിബിൾ ആണ്. ഓക്കെ, ഫൈൻ. അപ്പം ഞാനിവിടെ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ലൈവായിട്ട് നമ്മുടെ ഓഫീസിലുള്ള സെബിൻ മെൻഡസ് എന്ന് പറഞ്ഞ ഒരാളുടെ പ്രൊഫൈലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഈ സെബിൻ മെൻഡസിന്റെ പ്രൊഫൈൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഫേസ്ബുക്കിൽ ഉള്ളതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്താൽ ഉടനെ നമുക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് ഫേസ്ബുക്കിന്റെ ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മൾ കാണുന്ന വ്യൂ ആണ്, ഫോൺ വ്യൂ അല്ല. ഇതില് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഓപ്ഷൻസിൽ ഒന്നാണ് പേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമുക്കൊരു ഫ്ലാഗിന്റെ സിമ്പലിൽ നമുക്ക് പേജസിനെ കാണാൻ സാധിക്കും. ഈ പേജിൽ ക്ലിക്ക് ചെയ്താൽ നിലവിൽ നമുക്ക് ഏതെങ്കിലും പേജ് നമ്മുടെ പേരിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു പേജ് തുടങ്ങാനുള്ള സ്ഥലമോ നമുക്ക് ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ക്രിയേറ്റ് ന്യൂ പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. വളരെ ഈസിയാണ് ഫേസ്ബുക്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഒരു 3 ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർ നമ്മളോട് ചോദിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ഞാൻ പെട്ടെന്ന് പറയുവാണ്. ഒന്ന് പേജിന്റെ പേര്, മറ്റൊന്ന് കാറ്റഗറി, അതിനുശേഷം നമ്മുടെ ബയോ. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചത് സൂര്യ ക്ലോത്തിങ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു പേജാണ്. ഞാനിവിടെ സൂര്യ ക്ലോത്തിങ് സ്റ്റോർ എന്ന പേജിന്റെ പേര് കൊടുത്തു, അതിനുശേഷം കാറ്റഗറി കൊടുത്തു, ഇവിടെ ബയോ കൊടുത്തു. ഇപ്പൊ നമുക്ക് ഒന്നും കൂടെ കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കുന്നത് എന്താണ്, ABC അല്ലെങ്കിൽ മൈ ബിസിനസ് എന്നുള്ള മൈ ബിസിനസ് ഹബ് എന്നാണ് എൻ്റെ ബിസിനസിന്റെ പേരെന്ന് വിചാരിക്കാം. മൈ ബിസിനസ് ഹബ് ഇതൊരു എക്സാമ്പിൾ ആണ്. കാറ്റഗറി എന്ന് പറയുന്നത് ഇതൊരു ഇന്റീരിയർ ഡിസൈനിങ് സ്റ്റുഡിയോ ആണ് എന്ന് ഞാൻ കൊടുക്കുന്നു. എന്താണ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണോ ആ കാറ്റഗറി നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുത്താൽ ഫേസ്ബുക്ക് നമുക്ക് വേണ്ടിയുള്ള ഇതേ കാറ്റഗറിയുള്ള ഓഡിയൻസിനെ കൂടുതലായിട്ട് നമ്മുടെ പേജിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ പേജിന്റെ കണ്ടന്റുകൾ ഈ കാറ്റഗറിയിൽ ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അവർ കാറ്റഗറി നമ്മളോട് ചോദിക്കും. ഇനി ഒന്നിലധികം കാറ്റഗറി കൊടുക്കാനുള്ള ഓപ്ഷൻസും ഫേസ്ബുക്ക് നമുക്ക് നിലവിൽ നൽകുന്നുണ്ട്. ഒന്നിലധികം ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. ഉദാഹരണത്തിന് ഇന്റീരിയർ എന്ന് കൊടുക്കാം, കൺസ്ട്രക്ഷൻ എന്ന് കൊടുക്കാം, കാറ്റഗറിയിൽ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് കൊടുക്കാം. അപ്പം നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന 3-4 കാറ്റഗറി കൊടുത്താൽ ഫേസ്ബുക്കിന് ജോലി എളുപ്പമാണ്. ഇതേ കാറ്റഗറിയിലുള്ള ഓഡിയൻസിലേക്ക് നമ്മൾ പേജിൽ ഇടുന്ന കണ്ടന്റുകളെ അവര് എത്തിക്കാൻ നമ്മളെ സഹായിക്കും. അതാണ് കാറ്റഗറിയുടെ ഒരു ഓപ്ഷൻ. ഇനി അതിനുശേഷം നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഈ പേജിൽ നിന്ന് ഒരാൾ നമ്മുടെ പേജിൽ വന്നാൽ അദ്ദേഹത്തിന് മനസ്സിലാകാൻ വേണ്ടി ഒരു 1 ലൈൻ സെന്റൻസ് എന്താണ്, ഫോർ എക്സാമ്പിൾ
designs for your home. We deliver premium interior designs for your home. അപ്പം ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും വി ഡെലിവർ പ്രീമിയം ഇന്റീരിയർ ഡിസൈൻസ് ഫോർ യുവർ ഹോം. അപ്പം നിങ്ങളുടെ വീടിന് ആവശ്യമായ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ ചെയ്ത് നൽകുന്ന ഒരു കമ്പനിയാണ് മൈ ബിസിനസ് ഹബ്ബ് എന്ന് ഒറ്റ വാക്കിൽ പെട്ടെന്ന് ഒരാൾക്ക് പിടികിട്ടാനുള്ള ഒരു കാര്യമാണ്. ഈ ഇത്രയും 3 ഓപ്ഷൻസ് കൊടുത്ത് നമ്മൾ താഴെ കാണുന്ന ക്രിയേറ്റ് പേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോസസ്സിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനിയിപ്പം അത് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഫേസ്ബുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കും. സി മൈ ബിസിനസ് ഹബ് എന്നുള്ള പേജ് വാസ് ക്രിയേറ്റഡ്. നൗ യു ക്യാൻ ആഡ് ഇമേജസ് ഓർ ഗോ ടു പേജസ് ആൻഡ് മോർ ഡീറ്റെയിൽസ്. ഇപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ മൈ ബിസിനസ് ഹബ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തേക്കുന്ന ഒരു പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, കോണ്ടാക്ട് ഇൻഫർമേഷൻ, ഇമെയിൽ ഐ ഡി, നമ്മുടെ അഡ്രസ്സ് എക്സെട്ര, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഇതില് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായ വിവരങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കണമെന്നില്ല. ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റം പറഞ്ഞുതരാം. ഞാൻ ഇവിടുന്ന് നെക്സ്റ്റ് കൊടുത്ത്, ഇവിടുന്ന് എല്ലാ ഓപ്ഷൻസും നെക്സ്റ്റ് കൊടുത്ത്, സ്കിപ്പ് കൊടുത്ത്, നെക്സ്റ്റ് കൊടുത്ത്, മാക്സിമം ഡൺ വരെ ഞാൻ കൊടുക്കും. ബിക്കോസ് ഇതേ ഓപ്ഷൻസ് പിന്നീട് നമുക്ക് പേജിനകത്ത് കയറി എപ്പോ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഞാൻ അത് കൊടുത്ത് എല്ലാം സ്കിപ്പ് കൊടുത്തു, ഞാൻ ഒന്നും അവിടെ ഫില്ല് ചെയ്തില്ല, നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയപ്പോൾ മൈ ബിസിനസ് ഹബ് എന്ന് പറഞ്ഞ് നമ്മൾ പേര് കൊടുത്ത ഫേസ്ബുക്ക് പേജ് ഇവിടെ സ്റ്റാർട്ടായി. ഇങ്ങനെയാണ് വളരെ എളുപ്പമായിട്ട് ഒരു 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്കൊരു ഫേസ്ബുക്കിൽ പേജ് തുടങ്ങാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണം? ഫേസ്ബുക്കിൽ ഒരു പേജും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊഫൈലും ഒരു പ്രൊഫഷണൽ അക്കൗണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്യങ്ങൾ നൽകാൻ പറ്റൂ. അല്ലെങ്കിൽ പരസ്യങ്ങൾ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലും ഓൺലൈനിൽ പരസ്യങ്ങൾ, ആഡ്സ് നൽകാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ പെർമിഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് പേജിൽ മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് ഉള്ള ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ, സ്വന്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ പരസ്യം നൽകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പേജിനെയാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ഒരു പേജ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു പേജ് സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ നമ്മൾ മാർക്കറ്റിങ്ങിലേക്കോ ഓൺലൈൻ പരസ്യത്തിലേക്കോ നമ്മൾ മൂവ് ചെയ്യുകയല്ല. നമ്മളുടെ പേജ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസിന്റെ ഒരു മുഖമുദ്രയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ ബിസിനസ് എത്തിപ്പെടുന്നത് ഈ പേജ് വഴിയാണ്. അപ്പൊ ഈ പേജ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് പറയുന്നോ അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത് ഓഡിയൻസിന്റെ മുന്നിൽ. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മുടെ പേജിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. ബിക്കോസ് മറ്റുള്ളവർ ഇത് പരസ്യങ്ങളിലൂടെയോ ഇല്ലാതെയോ നമ്മുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടാൻ പോകുന്നത് ഈ പേജ് വഴിയാണ്. അപ്പൊ ഇതിലെ എല്ലാം എറർ ഫ്രീ ആയിട്ടും വളരെ ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന രീതിയിലും ഫേസ്ബുക്ക് പേജിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. കാര്യം ഇതിപ്പോൾ തുടങ്ങിയ ഒരു പേജാണ്, ഇതിൽ ഒരു അറേഞ്ച്മെന്റ്സും ഇല്ല. അപ്പൊ ഇത് അറേഞ്ച് ചെയ്ത് എടുത്ത് നല്ലൊരു പേജ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് കടക്കുക. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് ഇന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ആദ്യം വേണ്ടുന്ന പേജിന് വേണ്ടുന്ന ബേസിക് നീഡുകൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്നത് പോലെ നമുക്കൊരു സർക്കിളിൽ ഇപ്പോൾ ഇവിടെ എം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒരു ഫേസ്ബുക്ക് പേജിന്റെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലം. പ്രൊഫൈൽ പിക്ചർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്സിലെല്ലാം നമ്മുടേതായിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ക് നമ്മൾ ഇടാറുണ്ട്, നമ്മളൊരു ഫോട്ടോ. അതേപോലെ നമ്മൾ ഈ തുടങ്ങിയേക്കുന്ന ഫേസ്ബുക്ക് പേജിന് ഒരു പ്രൊഫൈൽ പിക്ചർ നിർബന്ധമാണ്. അപ്പം അതും ഞാൻ അന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ നിർബന്ധമായിട്ട് വേണം എന്ന് പറയുന്നത്. അത് എന്തായിരിക്കും കൊടുക്കേണ്ടത്? അത് മിക്കപ്പോഴും 90% നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പ്രൊഫൈൽ പിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേജിന്റെ പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ലോഗോ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോം പേജിൽ പോയിട്ട് നമുക്ക് കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പൊ ഉദാഹരണത്തിന് ബൈജൂസ് ആപ്ലിക്കേഷൻ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു കമ്പനിയാണ് ബൈജൂസ് ആപ്ലിക്കേഷൻ.
അപ്പൊ ഈ ബൈജൂസ് ആപ്ലിക്കേഷന്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ബൈജൂസ് എന്ന് കണ്ടു, ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് അകത്ത് എന്നപ്പോൾ അവരെന്താണ് ബി എന്നുള്ള ഒരു ലോഗയാണ് കൊടുത്തേക്കുന്നത്. ഈ ബി എന്ന് പറഞ്ഞാൽ ബൈജൂസിന്റെ മാർക്കറ്റിംഗ് ലോഗയാണ്. അല്ലെങ്കിൽ ഈ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബൈജൂസ് ആണ് എന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റേതെങ്കിലും ഒരു കമ്പനി, ഉദാഹരണത്തിന് പെപ്സി, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് പെപ്സി. ഈ പെപ്സിയുടെ ലോഗോ വളരെ നാൾ മുമ്പ് തന്നെ നമ്മുടെ മനസ്സിലൊക്കെ പതിഞ്ഞൊരു ലോഗോയാണ് ഈ പെപ്സിയുടെ ലോഗോ. അപ്പൊ അവരുടെ ഒരു കമ്പനിയുടെ പേജിൽ അവർ കൊടുത്തിരിക്കുന്നത് അവരുടെ എന്താണ് പിക്ചറായിട്ട്, പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുത്തേക്കുന്നത് അവരുടെ ലോഗോയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കമ്പനിയുടെ പേര് ഒരാൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ലോഗോയാണ് അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു യൂണിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ ഞാൻ അന്ന് അതിനെക്കുറിച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഉജാലയുടെ ഒക്കെ കഥ. നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ പറയുന്നത് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പേര് തന്നെയാണ്, ഒരു ഉജാല വേണം എന്നാണ്. ഇതിന് പകരം ഒരു വാക്ക് അല്ലെങ്കിൽ പകരം ഒരു പ്രൊഡക്റ്റ് നമുക്കറിയില്ല, അത്രത്തോളം അത് ബ്രാൻഡായി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പം എന്താണ് ബൂസ്റ്റ് ആണെങ്കിലും എന്താണ് പെപ്സി ആണെങ്കിലും മെർസിഡീസ് ബെൻസ് ആണെങ്കിലും BMW, ഇതേപോലുള്ള ബ്രാൻഡുകൾ നമ്മൾ ഓർക്കുന്നത് എപ്പോഴും അവരുടെ ലോഗോയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ ലോഗോ കണ്ടാൽ നമ്മൾ ഇന്ന പ്രൊഡക്റ്റ് ആണ്, ബ്രാൻഡാണ് തിരിച്ചറിയും. ഇതിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബിസിനസ്സിന് സഹായിക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്മുടെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആകാൻ നമുക്ക് ഫേസ്ബുക്ക് നൽകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് ഈ ലോഗോയെ കണക്കാക്കി ഈ പ്രൊഫൈൽ പിക്ചറിൽ നമ്മുടെ ലോഗോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ക്യാമറ എന്ന് കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചൂസ് പ്രൊഫൈൽ പിക്ചറിലേക്ക് വരും. ഇതിൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടണിൽ പോയാൽ നമ്മൾ ഫോണിലാണെങ്കിൽ ഫോണിൽ, ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പിന്റെ നമ്മുടെ ഗാലറി സെക്ഷനിലേക്ക് നമ്മൾ ചെല്ലും. അവിടെ നിന്ന് നമ്മുടെ ലോഗോ എവിടെയാണെന്ന് നോക്കി അപ്ലോഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്, നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ പിക്ചറിന്റെ തൊട്ട് പിറകെ ആയിട്ട് ഒരു വലിയ റെക്ടാങ്കുലർ ഗ്രേ കളർ ഒരു സ്പേസ് കാണാം. ഇത് ഫേസ്ബുക്ക് കവർ പേജ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഫേസ്ബുക്കിന്റെ കവർ പേജ് പിക്കാണത്. എന്താണ് ഈ ഫേസ്ബുക്ക് കവർ പേജ് പിക്ക്? നമ്മളുടെ ബിസിനസിന്റെ പ്രൊഡക്റ്റിനെ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒന്നിലധികം പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാകും നമ്മുടെ ബിസിനസ്സിൽ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് യുണീക്ക് സെല്ലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു ഷോർട്ട് ഫോം പറയാറുണ്ട് USP. ഇങ്ങനെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇത് ചില സ്ഥലങ്ങളിൽ യുണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയാറുണ്ട്, യുണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയാറുണ്ട്. ബട്ട് എനിവേ USP എന്നുള്ള ഒരു വാക്കാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് USP? നമ്മുടെ പ്രൊഡക്റ്റിനെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു കോമ്പറ്റീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആള് ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നായിരിക്കും നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഉദാഹരണത്തിന് ഒരാൾ ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്നു, നമുക്കും ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ താല്പര്യമുണ്ട്, നമ്മളും ഒരു ടെക്സ്റ്റൈൽ നടത്തുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റൈൽ ഇട്ടത് കണ്ടുകൊണ്ട് മറ്റൊരാൾ വേറൊരു ടെക്സ്റ്റൈൽ ഇടുന്നു. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് നമ്മളെ പോലെ മറ്റൊരു ബിസിനസിന്റെ പ്രസൻസ് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തോ സാഹചര്യത്തോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന വാക്കാണ് കോമ്പറ്റീറ്റർ. എൻ്റെ ബിസിനസ്സിന് അദ്ദേഹം ഒരു കോമ്പറ്റീഷൻ നൽകുകയാണ്. എന്നെ പോലത്തെ ഒരു കട അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റീഷൻ ആണ്. അതുപോലെ തന്നെയാണ് ഓൺലൈനിലും. അപ്പോൾ ഓൺലൈനാകുമ്പോൾ നമുക്ക് സ്ഥലപരിമിതിയൊന്നുമില്ല, ഓൺലൈനിൽ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ പേജ് തുടങ്ങാം. അപ്പം ഒരേപോലത്തെ ബിസിനസ് മറ്റുള്ളവർക്കും ഉണ്ടാകും. ഇങ്ങനെ ഒരേ ബിസിനസ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ പ്രൊഡക്റ്റിന് മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു സ്പെഷ്യാലിറ്റി, ഒന്നിൽ കൂടുതലോ സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തുമാകാം. അത് ഒന്നുകിൽ നമ്മുടെ ക്വാളിറ്റി ആകാം, ക്വാണ്ടിറ്റി ആകാം, പ്രൈസ് ആകാം. നമുക്ക് മറ്റാരും നൽകാത്ത ഒരു ഓഫർ പ്രൈസിലായിരിക്കും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് നൽകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ നിലവാരമാകാം,
നമ്മൾ കൊടുക്കുന്ന സർവീസ് ആകാം, ഇതെന്തും ആകാം. യുണിക് ആയിട്ട് നമുക്കൊരു പോയിന്റ് ഉണ്ടാകും. അത് നമ്മൾ ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ആ പോയിന്റിനെയാണ് നമ്മൾ ഷോക്കേസ് ചെയ്യേണ്ടത്. എവിടെ? ഇവിടെ ഈ പറയുന്ന പ്രൊഫൈൽ പിക്ചറിന്റെ ബാക്കിലുള്ള ഫേസ്ബുക്ക് കവർ പേജിൽ ഷോക്കേസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്, അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ നമ്മൾ ആയിട്ടില്ല. ബിക്കോസ് നമ്മൾ ഒരു പുതിയ ബിസിനസ് ആണ്, നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇൻ ചെയ്തതേ ഉള്ളൂ എങ്കിൽ നമ്മളുടെ ഏറ്റവും ഹോട്ടായിട്ടുള്ള പ്രൊഡക്റ്റിനെ, നമ്മളെ കയ്യിൽ ഒരുപാട് പ്രൊഡക്റ്റ് കാണും, ആ പ്രൊഡക്റ്റിന്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുക ഇവിടെ. ഓക്കെ, അതാണ് ആദ്യം പറഞ്ഞ യുണിക് സെല്ലിംഗ് പോയിന്റ് ഇല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റുകളെ ഷോക്കേസ് ചെയ്യുക. അതിനുള്ളൊരു അവസരമാണ് ഈ ഒരു കവർ പേജ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എങ്ങനെ ഒരു കവർ പേജും പ്രൊഫൈൽ പിക്ചറും നൽകാം, അല്ലെങ്കിൽ ഇല്ല എങ്കിൽ അതിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ രണ്ടിടത്തും ഫോട്ടോയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ പിക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്ന എന്താണ്, നമുക്കൊരിക്കലും ഡിസൈനിങ്ങിന്റെ ആവശ്യം അല്ലെങ്കിൽ ഡിസൈൻ പഠിച്ച ആൾക്കാരായിരിക്കത്തില്ല ഒരിക്കലും 99% നമ്മളെ പോലെയുള്ള മാർക്കറ്റിംഗ് രംഗത്ത് ഇറങ്ങുന്നവർ. പ്രത്യേകിച്ച് ഇതിൽ കുറേ പേര് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. ഒരു ബിസിനസ്മാൻ ഒരിക്കലും ഒരു ഡിസൈനർ ആകണമെന്നോ ഡിസൈനിങ് അറിഞ്ഞിരിക്കുന്ന ആളാകണമെന്നോ നിർബന്ധമില്ല. ബിക്കോസ് അത് അദ്ദേഹത്തിന്റെ മേഖലയല്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്നെ ഇപ്പോൾ ഒരു ആവശ്യമായതുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ഇതിനെ ക്ലബ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് പുറത്തു കൊടുത്ത് ഡിസൈൻ അറിയാവുന്ന ഒരാളെ ഹെൽപ്പ് എടുത്ത് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഒരു ഫോട്ടോ നമ്മൾ ചെയ്യിക്കും, അല്ലെങ്കിൽ പിക്ചർ നമ്മൾ ചെയ്യിക്കും. ഇനി അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ നമുക്ക് സമയവും സന്ദർഭവും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ ഒരുപാട് പേര് കേട്ട് കാണും. ഇപ്പോൾ ധാരാളമായിട്ട് സ്വന്തമായി ഡിസൈൻ വർക്കുകൾ ചെയ്യാൻ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് ക്യാൻവ എന്ന് പറയും. CANVA. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കണ്ടു കാണുമായിരിക്കും, കാണാത്തവരും ഉണ്ടാകും. അപ്പൊ ഞാൻ ഇതിന്റെ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്യാൻവ എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു ടൂള് കേട്ട് കാണും. നമ്മളെല്ലാവരും ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞൊരു ടൂള് കേട്ട് കാണും. ഫോട്ടോഷോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ പിക്ചേഴ്സും പോസ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഡിസൈൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷോപ്പിംഗ് പോസ്റ്റേഴ്സ് എന്നൊരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ധാരാളമായിട്ടുള്ള ഷോപ്പിംഗ് പോസ്റ്ററുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ബൊട്ടീക്കാണ് നടത്തുന്നതെങ്കിൽ എനിക്ക് ഇതേപോലുള്ള ഒരു പിക്ചർ ചെയ്യേണ്ട ആവശ്യം വരും. ഇനി ഞാനൊരു റെസ്റ്റോറൻ്റ് ആണ് നടത്തുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ മെനുകളെല്ലാം ഷോക്കേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലുള്ള ഇമേജസ് പോസ്റ്റേഴ്സ് എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഞാൻ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കോഴ്സുകൾ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ ചെയ്യേണ്ടി വരും. എവരി ബിസിനസ്, ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, നമുക്കൊരു കസ്റ്റമറുമായിട്ട് അല്ലെങ്കിൽ ഒരു ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യമായിട്ടുണ്ട്. ഈ പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്ന ഒരു ടൂളാണ് ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പൊക്കെ ഡിസൈൻ അറിയാവുന്ന ആൾക്കാർ ഈ പോസ്റ്റേഴ്സ് നമുക്ക് ചെയ്തു തരും. നമ്മൾ അതിനു വേണ്ടിയുള്ള എമൗണ്ട് അത് അവർക്ക് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ക്യാൻവ എന്ന് പറയുന്ന ഒരു ടൂള് പരിചയപ്പെടുത്തുന്നത്. ഇനി ഓക്കെ, ഈ ടൂള് എന്തുകൊണ്ട് നമുക്കൊരു ക്യാൻവ യൂസ് ചെയ്യണം എന്നുള്ളതിന് കുറച്ച്, എന്തായാലും ഒരു ടൂൾ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫോട്ടോഷോപ്പ് എന്നുള്ള ഒരു ടൂൾ നമ്മൾ ചെയ്യണമെങ്കിൽ അതിന്റെ ടൂൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയണം. അതിനകത്ത് ഓരോ പെന്നുണ്ട്, എന്താണ് സ്കെച്ചിങ് കാര്യങ്ങളുണ്ട്, ഡ്രോയിങ് കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് അറിയാവുന്ന ആളാണ് ഫോട്ടോഷോപ്പ് ഡിസൈനർ. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ 200, 250, 300, 500 ഒക്കെ രൂപ വാങ്ങുന്നത്. ഒരു ഫോട്ടോ പോസ്റ്റർ ചെയ്ത് തരുമ്പോൾ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് പഠിച്ച് സമയമെടുത്താണ് ചെയ്യുന്നത്. ഇതേ കാര്യം ക്യാൻവയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട്, ടൂൾ ഒന്നും അറിയണ്ട, അല്ലെങ്കിൽ ഡിസൈനിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ് പോലും അറിയാത്ത സാധാരണ ഒരാൾക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ക്യാൻവ എന്ന് പറഞ്ഞൊരു ടൂൾ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അറിയാമോ? ടെംപ്ലേറ്റുകൾ വഴി ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഫോണിൽ ഫോട്ടോ എടുക്കും, പിക്ചേഴ്സ് എടുക്കാറുണ്ട്.
ഈ പിക്ചേഴ്സ് നമുക്ക് എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾക്ക് ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അടുത്ത ഒന്നും കൂടെ ആ പ്ലേ സ്റ്റോറിലോ നമ്മൾ ആ സ്റ്റോറിൽ പോയിട്ട് അടുത്ത ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഫോട്ടോ അങ്ങോട്ട് കൊണ്ടിട്ട് എഡിറ്റ് ചെയ്യും. ഇനി ഒന്നിലധികം ഫോട്ടോകൾ ക്ലബ് ചെയ്യണമെങ്കിലോ നമ്മൾ കൊളാഷ് എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്യാറുണ്ട്. ഇഷ്ടം പോലെ കൊളാഷ് ടൂളുകൾ പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കൊളാഷ് ടൂൾ എടുത്ത് ഫോട്ടോസിനെ ക്ലബ് ചെയ്യും. ഇതേ കാര്യം തന്നെയാണ് എന്താണ് ക്യാൻവ ചെയ്യുന്നത്. ക്യാൻവയ്ക്കകത്ത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഉണ്ട്. നമ്മൾ ആ ടെംപ്ലേറ്റ് എടുത്ത് നമുക്ക് വേണ്ടുന്ന കാര്യം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പോസ്റ്റർ ആകും. അപ്പം ഇതിനകത്ത് ഫോട്ടോഷോപ്പ് അറിയണ്ട, ഫോട്ടോഷോപ്പ് ഡിസൈനിങ് ടൂൾസ് അറിയണ്ട, വർക്കിംഗ് ടൂൾസ് അറിയണ്ട, ഒന്നും അറിയണ്ട. എന്നാൽ ഫോട്ടോഷോപ്പ് പോലെ തന്നെ വളരെ ക്ലാരിറ്റി ഉള്ള ഒരു പോസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ക്യാൻവ പോസ്റ്റർ മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ബ്രൗഷർ ഉണ്ടാക്കാം, PDF ഫയലുകൾ ഉണ്ടാക്കാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അന്ന് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പരിചയപ്പെടുത്താം. അപ്പൊ നിങ്ങൾ ഈ ക്യാൻവ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം സി എന്നുള്ളൊരു ലോഗോ വരും. അതിനകത്ത് ക്യാൻവ എന്ന് എഴുതിയേക്കും. canva.com എന്ന് താഴെ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഉടനെ, ഇപ്പൊ ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്തപ്പോൾ ഉടനെ ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ടാണ്. ഞാൻ ഇപ്പുറത്ത് കാണിച്ചു തരാം. ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാൻവ ഗൂഗിളിൽ ആദ്യം വരുന്നത് canva.com എന്നായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് അവർ പറയും ലോഗിൻ ഓർ സൈൻ അപ്പ്. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? കണ്ടിന്യൂ വിത്ത് നിങ്ങളുടെ ജിമെയിൽ ID എന്ന് അവിടെ കാണും. അതിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ മെയിൽ ID യൂസ് ചെയ്ത് ക്യാൻവയിൽ കയറാം. വളരെ സിമ്പിൾ ആണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇതാണ് ക്യാൻവ. എല്ലാവർക്കും കാണാമോ? ആരും കട്ടായിട്ടില്ലല്ലോ? സൗണ്ടിലൊന്നും പ്രശ്നമില്ലല്ലോ? എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം ഇതാണ് ക്യാൻവ. ഇനി ഈ ക്യാൻവയുടെ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഒരു എന്താണ് ഒരു ഉദാഹരണമുണ്ട്. ക്യാൻവയിൽ റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കുന്നവർക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഫേസ്ബുക്കിൽ കുറച്ചും കൂടെ സ്ക്വയർ ടൈപ്പ് ഓഫ് ഇമേജുകളാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ചെല്ലുമ്പോൾ കുറച്ച് നീളം കൂടിയതും സ്റ്റോറിയൊക്കെ കാണുമ്പോൾ വളരെ നീളം കൂടിയതുമായിട്ടുള്ള ഇമേജുകളും വീഡിയോസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഓരോ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിലും പോസ്റ്ററിന്റെ സൈസ് അതിനനുസരിച്ച് വേരി ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇനി ഒരു ഫോട്ടോഷോപ്പ് അറിയാവുന്ന ഡിസൈനർ നമുക്ക് ചെയ്തു തരുമ്പോൾ അതിന്റെ വിഡ്ത്തും ഹൈറ്റും അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു വിഡ്ത്തും ഹൈറ്റും ഒന്നും നോക്കണ്ട. കാര്യം ഫേസ്ബുക്കിന് വേണ്ടുന്ന ഏത് സൈസാണ് എന്ന് ക്യാൻവയ്ക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടത് ഏതാണെന്ന് അറിയാം, യൂട്യൂബിന് തംബ്നെയിൽ വേണമെങ്കിൽ അങ്ങനെ അറിയാം. എവിടേക്ക് വേണ്ടുന്ന പിക്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിവിടെ കസ്റ്റമൈസ് ചെയ്തിട്ട് റെഡിയാണ്, അല്ലെങ്കിൽ കസ്റ്റം ടെംപ്ലേറ്റുകൾ റെഡിയാണ്. നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ആദ്യം എനിക്ക് ഫേസ്ബുക്കിന്റെ ഈ വലിയ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു കവർ പേജ് വേണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എങ്ങനെ നമുക്ക് സൈസ് പറയാൻ പറ്റും? ഇത് എത്ര നീളം അല്ലെങ്കിൽ എത്ര ഹൈറ്റും എത്ര വിഡ്ത്തും കാണും? നമുക്കറിയത്തില്ല. ഡിസൈനർ ആണെങ്കിൽ അദ്ദേഹം ഇതിന് ഉടനെ ഇതിന്റെ ടൂൾ എടുത്ത് ഇതിന്റെ ഹൈറ്റ് വിഡ്ത്ത് ഒക്കെ അളന്നിട്ടാണ് അദ്ദേഹം ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമുക്കത് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നേരെ വന്ന് ഈ സെർച്ച് ബോക്സിൽ ഫേസ്ബുക്ക് കവർ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ അവർ ഉടനെ കുറെ സജഷൻസ് തരും. ഇതിനകത്ത് കണ്ടോ, ഫേസ്ബുക്ക് കവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ അതിന്റെ സൈസ് ഉണ്ട്, 1640x924 പിക്സൽ. അപ്പം ഞാൻ ഇതിനകത്ത് ഫേസ്ബുക്ക് കവർ സെലക്ട് ചെയ്തു. അപ്പം ഈ ക്യാൻവയ്ക്ക് മനസ്സിലായി, ഇദ്ദേഹം ഇവിടെ ഫേസ്ബുക്ക് കവർ പേജ് ആണ് ചെയ്യാൻ വന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ടെംപ്ലേറ്റുകൾ കാണിച്ചു, റെഡിമെയ്ഡ് ടെംപ്ലേറ്റ് ആണ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിന് യോജിക്കുന്ന ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ക്യാൻവയിലെ ജോലി. അപ്പൊ വളരെ മിനിറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളത് പ്രാക്ടീസ് വന്ന ഒരു 5 മിനിറ്റോ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പുറത്തു പോകാം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ അതിന്റെ സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം എന്റെ ബിസിനസിന്റെ പേര് മൈ ബിസിനസ് ഹബ് എന്നാണ്. അപ്പൊ ഇത്
എന്തോ ഒരു ടൈപ്പ് ബിസിനസ് ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ ഇവിടുന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിത് ചൂസ് ചെയ്തു. ഈ രണ്ടാൾക്കാർ ഇങ്ങനെ വെരി ഗുഡ് തംസ് അപ്പ് സിമ്പിൾ കാണിക്കുന്ന ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ അവർ ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഈ ഇമേജ് ആണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, അതോ അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഇഷ്ടം പോലെ ഇതേപോലെയുള്ള വേറെ ഇമേജുകളുണ്ട്, ഇത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറയുന്നു എനിക്ക് ഇത് മതി എന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുക. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വരും. ഓക്കെ, ഈ എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയിൽ നമ്മുടെ പിക്ചർ, നമ്മുടെ പോസ്റ്റർ ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ നിന്ന് ഇതിപ്പോ ഒരു സാമ്പിൾ ഏതൊരു കമ്പനിക്ക് അവർ ചെയ്തതാണ്. ഈ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ നമ്മുടെ കമ്പനിയുടെ പേരുകൾ, വിവരങ്ങൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എന്റെ കമ്പനിയുടെ ലോഗോ, ഈ വീടിന്റെ ലോഗോ എന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ ഈ ലാറ INC എന്നുള്ള കമ്പനി മാറ്റി മൈ ബിസിനസ് ഹബ്ബ്. ഇതെങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തേ? എനിക്ക് എവിടെ വേണമെങ്കിലും മൗസ് പോയിന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി മൈ ബിസിനസ് ഹബ്ബ് എന്നുള്ളത് ഒരു ഡിജിറ്റൽ കമ്പനിയാണെന്ന് വിചാരിക്കാം. ഡിജിറ്റൽ കമ്പനി എന്ന് ഞാൻ താഴെ കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ മൗസ് പോയിന്റ് ഇവിടെ കൊണ്ടുവച്ച് ഇതിന്റെ നീളം ഒന്ന് നീട്ടി ഇതേപോലെ ആക്കി. ഓക്കെ, ഇനി ഇതിനകത്തെ ഓരോ കാര്യങ്ങളിലും എഴുതിയിരിക്കുന്നതിൽ മൗസ് പോയിന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യങ്ങൾ മായിച്ച് എനിക്കുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കാൻ പറ്റും. ഇതാണ് നമ്മളെ ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്യുന്നത്. ഇനി കളർ വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷെ എൻ്റെ മനസ്സിൽ എൻ്റെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഒരു റെഡ് കളർ ആണെങ്കിൽ എവിടെയാണോ കളർ മാറ്റേണ്ടത് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കളർ വരും. കളർ സെലക്ട് ചെയ്യുന്നു, ഇതിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കുന്നു. ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. മോർ കൊടുത്ത് താഴോട്ട് പോയാൽ മതി. ഞാനിപ്പോൾ റെഡ് കളർ കൊടുക്കും. അപ്പൊ അതനുസരിച്ച് താഴത്തെ മഞ്ഞ മാറ്റണമെങ്കിൽ വീണ്ടും ആ മഞ്ഞ കളർ ക്ലിക്ക് ചെയ്ത് മഞ്ഞയിൽ സെലക്ട് ചെയ്ത് റെഡ് കളർ കൊടുക്കുന്നു. ഈ മഞ്ഞ ഇതിന് ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുന്നു. അങ്ങനെ ഞാൻ വളരെ ജസ്റ്റ് സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ നമുക്ക് എത്രമാത്രം വേണോ അതിനെല്ലാം എഡിറ്റ് ചെയ്യാം. പോരാഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് മാറ്റാം, എലമെന്റ് ഇട്ടിട്ട് നമുക്ക് ഈ വട്ടം എന്നുള്ളത് സ്ക്വയർ ആക്കാം, ക്യൂബ് ആക്കാം. ഇങ്ങനെ നിങ്ങളെല്ലാവരും അറിയാം, നിങ്ങൾക്കെല്ലാം ഫോണുകളിൽ നിങ്ങൾ ഓരോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതാണ്. ആ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉള്ളത് പോലെ തന്നെ കുറച്ചും കൂടെ വിപുലമായിട്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഈ രണ്ടുപേരുടെ ഇമേജ് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇമേജ് കാണും. അത് ഒരു ലേഡിയുടെ ആക്കാം, ഒരു ജെൻസിന്റെ ആക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആക്കാം. എന്ത് ഇമേജ് വേണമെങ്കിലും എനിക്കിവിടെ ചെയ്യാം. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വേണ്ടുന്ന പോസ്റ്ററുകൾ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ടൂളാണ് ക്യാൻവ. ഇനി ചെയ്തു കഴിഞ്ഞാലോ, നമ്മൾ നേരെ ഇതിന്റെ മുകളിലുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നു. ഏത് ഫോർമാറ്റിൽ വേണമെന്നുണ്ട്, ഇഷ്ടംപോലെ ഫോർമാറ്റ് ഉണ്ട്. PNG, JPG, PDF എല്ലാം ഉണ്ട്. അതിനകത്ത് PNG ആണ് സജസ്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുത്താൽ എൻ്റെ കമ്പ്യൂട്ടറിലോട്ട് ഇതിപ്പോൾ ഡൗൺലോഡ് ആവുകയാണ്. ഡൗൺലോഡായി. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണ്ടുന്ന പോസ്റ്റർ ഡിസൈനുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്യാൻവ. ഇതിൽ കുറച്ച് പേർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ്. ട്രൈ നോക്കുക. വളരെ സിമ്പിൾ ആണ്, ഫ്രീ ആണ്, ഒരു പൈസയും കൊടുക്കണ്ട. തീർന്നില്ല, നമ്മൾ തിരിച്ചു വരും. ഞാനിപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തല്ലോ, ഞാൻ അതിന് തിരിച്ച് ഫേസ്ബുക്കിലേക്ക് പോയി ഇവിടെ ആഡ് കവർ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ചൂസ് കവർ ഫോട്ടോ, അപ്ലോഡ് കവർ ഫോട്ടോ. ചൂസ് അല്ല, അപ്ലോഡ് ആണ്. എന്റെ സിസ്റ്റത്തിൽ ഇരിക്കുകയാണ്, അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്ലോഡ് കൊടുക്കുന്നു. നമ്മൾ ചെയ്ത റെഡ് കളർ പിക്ചറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. എന്നിട്ട് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് താഴോട്ടും മുകളിലോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം വന്നപ്പോൾ ഞാൻ അതിനെ പ്ലേസ് ചെയ്തു. എന്റെ കമ്പനിയുടെ മൈ ബിസിനസ് ഹബ്ബും ആ വീടിന്റെ ലോഗോ നമുക്ക് മാറ്റാം കേട്ടോ. ഇഷ്ടമുള്ള ലോഗോ നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് സേവ് ചേഞ്ച് കൊടുക്കുക. സേവ് ചേഞ്ച് കൊടുത്ത് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ യുവർ കവർ ഫോട്ടോ ഈസ് പബ്ലിക്.
കവർ ഫോട്ടോ ഫിക്സ് ആയി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവർ ഫോട്ടോ ക്യാൻവ എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ തിരിച്ച് ക്യാൻവയിലോട്ട് വരുന്നു. ക്യാൻവയിൽ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ തിരിച്ച് ഇവിടെ നമുക്ക് തിരിച്ചെപ്പോഴെങ്കിലും പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവിടെ ഹോം മെനു ഉണ്ട്. മെനുവിൽ ഹോം സ്ക്രീൻ ഉണ്ട്. ഹോം എടുത്താൽ മതി, തിരിച്ച് നമ്മൾ നിന്ന സ്ഥലത്തേക്ക് എത്തും. ഇനി നമുക്ക് വേണ്ടുന്ന സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്ററുകൾ വേണമെങ്കിലോ നമ്മൾ ഈ കാണുന്ന ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ. ഫോർ യു, ഡോക്ക്, വൈറ്റ് ബോർഡ്, പ്രസന്റേഷൻ, സോഷ്യൽ മീഡിയ, വീഡിയോ എന്നൊക്കെ ഉണ്ട്. ഇതിൽ സോഷ്യൽ മീഡിയ എന്ന് ക്ലിക്ക് ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ വേണ്ടുന്ന വിവിധ തരം സോഷ്യൽ മീഡിയയിൽ വേണ്ടുന്ന ഇമേജുകൾ ഇവിടെ വരും. ഉദാഹരണത്തിന് അവർ പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം സ്ക്വയർ ഫോട്ടോ വേണോ, ഫേസ്ബുക്കിന്റെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ വേണോ, സ്റ്റോറി ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, വാട്സാപ്പിലേക്കാണോ, എവിടേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ഫേസ്ബുക്കിൽ വേണ്ടുന്ന ഇമേജ് ആണ് വേണ്ടത്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു. കണ്ടോ, നമുക്ക് ഒരു വൈറ്റ് സ്ക്രീനും തുറന്നു വന്നു. നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ടെംപ്ലേറ്റുകൾ എടുത്ത് എഡിറ്റ് ചെയ്യാം. ധാരാളം ടെംപ്ലേറ്റുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇതാണ് വേണ്ടെങ്കിൽ ഇതിനെ എടുക്കുന്നു. എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. നമുക്ക് നേരത്തെ എഡിറ്റ് ചെയ്ത പോലെ തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം, ക്യാൻവ നമുക്ക് ധാരാളമായ ഫ്രീ ഓപ്ഷൻസ് തരുന്നുണ്ട്. നമുക്ക് അവിടെ കയറാൻ ഫ്രീ ആണ്, എഡിറ്റ് ചെയ്യാൻ ഫ്രീ ആണ്, ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർമാർക്ക് ഒന്നും വരില്ല, മറ്റൊരു ശല്യവും ഇല്ല. നമുക്കത് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂവും വരത്തില്ല. പക്ഷേ ക്യാൻവയ്ക്ക് ഒരു പ്രോ അക്കൗണ്ടും കൂടെ ഉണ്ട്. അതായത് അതാണ് ഇവിടെ പറയുന്നത് അപ്ഗ്രേഡ് യുവർ പ്ലാൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ അപ്ഗ്രേഡ് യുവർ പ്ലാനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, നമുക്ക് അവരുടെ പ്രീമിയം ഫീച്ചർ പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് പ്രീമിയം ഫീച്ചർ എന്ന് പറഞ്ഞാൽ, പ്രീമിയം ഫീച്ചർ പർച്ചേസ് ചെയ്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ധാരാളം ടെംപ്ലേറ്റുകൾ നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. ചില ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ പറയും ഇത് പെയ്ഡ് ആണെന്ന് പറയും. നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ മാറി കിട്ടും. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ടെംപ്ലേറ്റുകൾ ലഭ്യമാകും. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് ഒക്കെ കൊണ്ടുവന്നാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടൂൾസിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീഡം നമുക്ക് കിട്ടും. നമ്മളും ചില ഫോണിലെ ചില ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ അവർ പറയും ഇത് വേണമെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറയും. അപ്പം നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഒരു ക്യാൻവ പ്രോ അക്കൗണ്ട് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ആ കോഴ്സ് തീരുന്നവരെ നിങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടി ആ ക്യാൻവ പ്രോ അക്കൗണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. വരുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ അതിൽ കയറാനുള്ള ലോഗിൻ ID, ജിമെയിൽ IDയും പാസ്വേഡും ഞാൻ ഷെയർ ചെയ്യാം. അത് പ്രോ അക്കൗണ്ട് ആണ്. നിങ്ങൾക്ക് ക്യാൻവ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളായിട്ട് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ക്യാൻവ പ്രോ അക്കൗണ്ട് എടുക്കണ്ട, നമ്മുടെ കമ്പനി അക്കൗണ്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ, ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ ക്യാൻവ എന്ന് പറയുന്ന ടൂളിനെ പരിചയപ്പെടുക. നിങ്ങൾക്ക് വളരെ എളുപ്പം എന്താണ് ചെയ്യാൻ പറ്റുക, ഇത് അറിയാത്തവർ യൂട്യൂബിൽ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്ത് ഫോർ ബിഗിനേഴ്സ് മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ ധാരാളമായിട്ടുള്ള മലയാളം യൂട്യൂബ് വീഡിയോസ് ക്യാൻവയിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ അത് കണ്ട് പഠിച്ച് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് 200-250 രൂപയ്ക്കൊക്കെ വെളിയിൽ പോസ്റ്റർ ചെയ്യാതെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് നിങ്ങളുടെ പേജിൽ അപ്ലോഡ് ചെയ്യാനുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ക്യാൻവ പ്രോ അക്കൗണ്ടും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ക്യാൻവ അക്കൗണ്ട് ഉപയോഗിക്കാം. തിരിച്ച് നമ്മുടെ പോർഷനിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ആദ്യം പേജിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോഗോ, ഒരു കവർ പേജ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ഒരു സെക്ഷൻ ആയിരുന്നു ഇത്. ഓക്കെ ആണോ? ആരാ? രോഹിത്, വിഷ്ണു, ഷീജ, ഷീജ കേൾക്കുന്നുണ്ടായിരുന്നോ? ഷീജ കേൾക്കാലോ അല്ലേ? സൂരജ്, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്.
അപ്പൊ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, നമ്മുടെ പേജിനെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സുകൾ ചെയ്യാനുണ്ട്. എന്താണ് ആ സെറ്റിങ്സ് എന്ന് നോക്കാം. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചോളെ, ഇതാണ് നമ്മുടെ പേജ്. ഈ പേജിന്റെ ലെഫ്റ്റ് ഹാൻഡ് സെക്ഷനിലാണ്, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ, അല്ലെങ്കിൽ നമ്മുടെ സെന്റർ പോർഷനിൽ നമ്മുടെ പേജിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ലെഫ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ആദ്യം കണ്ടോ, നമ്മുടെ മൈ ബിസിനസ് ഹബ് എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, ഇൻസൈറ്റ്, ആഡ് സെന്റർ, ബൂസ്റ്റ് പോസ്റ്റ്, ക്രിയേറ്റ് ആഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതിലെല്ലാം നമ്മൾ വരും. ഓരോ ക്ലാസ്സുകളിൽ അതാത് ദിവസങ്ങളിൽ നമ്മൾ ഇതിലെല്ലാം കയറും. നമ്മൾ ഇന്ന് ആദ്യം ഇതിനകത്ത് എടുക്കാൻ പോകുന്ന ഇതിന്റെ അവസാനമുള്ള സെറ്റിങ്സ്. കാര്യം നമ്മൾ പേജിനെ സെറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗിലേക്ക് പോകേണ്ടത്. അതിന്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ പ്രൊഫൈൽ പിക്ചറും പേജ് കവറും ഇട്ടു, പേജിന് പേരും കൊടുത്തു. ഇനി നമ്മൾ ആദ്യം സെറ്റിങ്സിലേക്ക് പോവുകയാണ്. സെറ്റിങ്സിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഒരാള് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് എങ്ങനെയാണ് നിങ്ങളെ മനസ്സിലാക്കുന്നത്? അവര് നിങ്ങളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരാളെ സെർച്ച് ചെയ്തായിരുന്നു. ആരാണ്? ബൈജൂസ്. ബൈജൂസിനെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇവിടെ വന്നിട്ട് ബൈജൂസ് എന്ന് സെർച്ച് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ബൈജൂസ് എന്ന് ഒരു സ്ഥാപനമല്ല, ഒരുപാട് സ്ഥാപനങ്ങൾ കാണും. ഓക്കെ, ആ സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബൈജൂസ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇതിപ്പോ ഒരു വലിയ ബ്രാൻഡഡ് കമ്പനിയാണ്, നമുക്ക് ഇദ്ദേഹത്തിന് അറിയാം. നമുക്ക് അല്ലാതെ ഒരു ബ്രാൻഡ് ഇല്ലാത്ത ഒരു കമ്പനി നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് കൺസൾട്ടൻസി എന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര മാത്രമേ അറിയുള്ളൂ എന്ന്. കൺസൾട്ടൻസി എന്ന് സെർച്ച് ചെയ്യുന്നു. നിങ്ങൾ സെർച്ച് ചെയ്തത് സെവൻസ് കൺസൾട്ടൻസീസ് ആണോ, എവറിറ്റ്സ് കൺസൾട്ടൻസീസ് ആണോ, MWT എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി? ഇതിൽ ഏത് കൺസൾട്ടൻസി ആണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നത് നിങ്ങൾ ആ കമ്പനിയുടെ ലോഗോ വെച്ചിട്ടാണ് തിരിച്ചറിയുന്നത്. ഓക്കെ, മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് അത് എഴുതി കാണിക്കുന്നത് കമ്പനിയുടെ, അല്ലെങ്കിൽ ആ പറയുന്ന കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിന്റെ പേരാണ് ഈ ലോഗോയുടെ കൂടെ അറ്റാച്ച് ആയി വരുന്നത്. ഉദാഹരണത്തിന് ഇവിടെ സെവൻസ് കൺസൾട്ടൻസി, MWT എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് അതാത് പേജുകളുടെ പേരാണ്. ഈ പേരാണ് നമ്മളും കൊടുത്തേക്കുന്നത്. എന്താണ്? മൈ ബിസിനസ് ഹബ്ബ്. എന്നാൽ ഇത് ഒരാൾക്ക് ഫേസ്ബുക്കിൽ മറ്റൊരാളെ തിരിച്ചറിയാനാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന് ഫേസ്ബുക്കിന് മനസ്സിലാക്കാൻ വേണ്ടി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് യൂസർ നെയിം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഒരു യൂസർ നെയിം ഉപയോഗിക്കുന്നു? ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ ഞാൻ ഒരാളെ പിക്ക് ചെയ്യാണ്, രോഹിത്തും ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. മൈ ബിസിനസ് ഹബ്ബ് എന്നതിന് പേരിടുന്നു, അല്ലെങ്കിൽ സൂര്യ ക്ലോത്തിങ് സ്റ്റോർ എന്നാണ് നമ്മൾ ഇട്ട പോലെ പേരിടുന്നു. രോഹിത്തിന് വേണമെങ്കിൽ സൂര്യ ക്ലോത്തിങ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങാം, ഫേസ്ബുക്കിൽ പേജ് തുടങ്ങാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ അത് എന്താണ്, രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴാണ് ലീഗലായിട്ട് ആരൊക്കെയാണ് ഈ പേരിന് അവകാശം എന്നൊക്കെ പറഞ്ഞാണ്, അതാണ് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഔട്ട്സൈഡ്, നമുക്ക് മാർക്കറ്റിംഗിന് പുറത്തുള്ളതാണ്. പക്ഷെ ഫേസ്ബുക്കിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല. രോഹിത്തിന് തുടങ്ങാം, എനിക്ക് തുടങ്ങാം, ഇനി നാളൊരു സമയത്ത് സനൂപിന് സൂര്യ ക്ലോത്തിങ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങാം. ഫേസ്ബുക്ക് ഒരു രീതിയിലും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. അപ്പം സൂര്യ ക്ലോത്തിങ് സ്റ്റോർ എന്ന് അടിക്കുമ്പം നമ്മുടെ 3 പേരുടെയും സ്ഥാപനം ഒരാൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഫേസ്ബുക്ക് നമ്മളെ 3 പേരെയും 3 കണക്കാക്കുന്ന എവിടെയാണ്? നമ്മളുടെ ഫേസ്ബുക്കിന്റെ യൂസർ നെയിം വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. ഇതേ കാര്യമാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാളുടെ യൂസർ നെയിം ഓൾറെഡി വെച്ച് ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങുകയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊഫൈൽ തുടങ്ങുകയോ ചെയ്താൽ അതേ യൂസർ നെയിം പിന്നീട് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസർ നെയിം എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? യുണീക്ക് എന്നാണ് പറയുന്നത്. ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഐഡന്റിറ്റി ആണത്. അതാണ് നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ കണ്ടിട്ട് പോവാം. നമ്മുടെ പെപ്സിയുടെ ഒഫീഷ്യൽ പേജ് ആണ്.
36 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ്, മീൻസ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേജ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് ഈ ഫേസ്ബുക്കിന്റെ ബട്ടണും സെർച്ച് ബോക്സ് ഒക്കെ വരുന്നതിന് ഏറ്റവും മുകളിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. എന്താ എഴുതിയിരിക്കുന്നത്? https://www.facebook.com/Pepsi. നമ്മൾ ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ www.facebook.com/Pepsi എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും കാണാമല്ലോ, കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ബാക്ക് പോകുന്നു, അടുത്ത വേറൊരു കമ്പനിയും കൂടെ സെർച്ച് ചെയ്യുന്നു. ഇപ്പൊ ഏതാണ് നമ്മൾ നേരത്തെ നോക്കിയ ബൈജൂസിനകത്ത് കയറുന്നു. ഇനി നമ്മളൊന്ന് നോക്കിയേ, എന്താ എഴുതിയിരിക്കുന്നത്? www.facebook.com/ByjuSLearningApp. അപ്പം ഇതിൽ കോമൺ ആയിട്ടൊരു കാര്യം കാണാൻ പറ്റി. എന്താണ്? www.facebook.com. അത് ആര് കയറിയാലും സെയിം ആണ്. കാര്യം ഫേസ്ബുക്കിൽ ആണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ അതിനുശേഷം സ്ലാഷ് കഴിഞ്ഞിട്ട് അവരവരുടെ കമ്പനിയുടെ പേരോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വാക്കാണ് വരുന്നത്. പെപ്സിക്ക് പെപ്സി എന്ന് വന്നു, ബൈജൂസ് ലേണിംഗ് ആപ്പിന് ബൈജൂസ് ലേണിംഗ് ആപ്പ് എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ തുടങ്ങിയേക്കുന്ന പേജ് നോക്കിയാലോ. മൈ ബിസിനസ് ഹബ്ബ്. ഇതിന്റെ മുകളിൽ നോക്കിയാൽ അവിടെയും സെയിം ആണ്, www.facebook.com. പക്ഷെ സ്ലാഷ് കഴിഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, പ്രൊഫൈൽ, ID = എന്നൊക്കെയാണ് വരുന്നത്. വിച്ച് മീൻസ് ഒരാളുടെ യൂസർ നെയിം ആണ് ആ സ്ലാഷ് കഴിഞ്ഞിട്ട് വരേണ്ടത്. നമ്മൾ കണ്ട പെപ്സിയും ബൈജൂസ് ലേണിംഗ് ആപ്പും എന്നുള്ളത് അവരുടെ യൂസർ നെയിം ആണ്. ഇവിടെ ഫ്രഷ് അക്കൗണ്ട് ആയതുകൊണ്ട് ഇതുവരെ യൂസർ നെയിം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഫേസ്ബുക്ക് നമ്മളെ ഒരു നമ്പർ ഇട്ടാണ് വിളിക്കുന്നത്, ID = എന്ന് പറഞ്ഞ്. ഈ 615582 എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ID. ഇതൊരു അഭംഗിയാണ്. കാര്യം നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ പേജിന്റെ ലിങ്ക് ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് കോപ്പി ചെയ്ത് ഞാൻ ഒരാൾക്ക് കൊടുക്കുകയാണ്. സപ്പോസ് ഇങ്ങനെ കൊടുക്കുകയാണ്, കണ്ടോ? ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ കമ്പനിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നമ്മൾ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ www.facebook.com/Pepsi/ByjuSLearningApp എന്നാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണ എന്താണ് ഇതിനെ പറയുന്നത്? ഒറ്റ വാക്കിൽ ലിങ്ക് എന്ന് പറയും. പക്ഷെ ഇതിന്റെ ഒറിജിനൽ വാക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുവാണ് URL എന്നാണ് ഇതിന്റെ പേര്, URL. അതിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ പറയുന്നത് ആ ലിങ്ക് ഒന്ന് അയച്ചേ, ആ ലിങ്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ഒരു ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. ഫൈൻ, അത് കുഴപ്പമില്ല. പക്ഷെ നമുക്കും വേണം മൈ ബിസിനസ് ഹബ്ബ് എന്നുള്ള ഒരു പേര് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? അതിനാണ്, ശ്രദ്ധിക്കുക, നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. സെറ്റിംഗ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സെറ്റിംഗ്സ് ആണ്. ഒരു പേജ് ആകുമ്പം അതിന് ധാരാളം സെറ്റിംഗ്സ് കാണും. ഇതെല്ലാം നമ്മൾ കയറി പഠിക്കണം, നമുക്ക് ചെയ്യണം, ഒന്നും ഒരു നിർബന്ധമില്ല. ഇവിടെ നിന്ന് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുകയാണ് ഒരു പേജിന്റെ മാർക്കറ്റിംഗിന് വേണ്ടി. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആണ് ഇതിനെ തിരിച്ചയക്കുന്നത് സെറ്റിംഗ്സുകൾ. എല്ലാത്തിനും സെറ്റിംഗ്സ് ഉണ്ട്. ഇപ്പൊ ടൂൾസിന് സെറ്റിംഗ്സ് ഉണ്ട്, പ്രിഫറൻസിനുണ്ട്, വിസിബിലിറ്റി, ഈ പേജ് എങ്ങനെ കാണണം എന്നുള്ളതിനുണ്ട്, പേയ്മെന്റ്, നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് പേയ്മെന്റ് നൽകണമല്ലോ ഫേസ്ബുക്കിന്, അതിനു വേണ്ടിയുള്ളതുണ്ട്, ചില പെർമിഷൻസ് കൊടുക്കാനുള്ളതുണ്ട്. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ താഴോട്ട് വന്ന് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലാഗിന്റെ സിമ്പിൾ, നമ്മൾ നേരത്തെ പേജ് എന്ന് പറഞ്ഞ് കണ്ട അതേ കൊടി തന്നെയാണ് ഇവിടെ. അവിടെ ഒരു ഓറഞ്ച് കളർ കൊടി, ഇവിടെ എന്താണ് കളറില്ല, ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പേജ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക. പേജ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ കാണുന്നത്? നെയിം, പേജ് ആക്സസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നെയിം എന്നുള്ള ഓപ്ഷന്റെ നേരെയുള്ള വ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡൗട്ട് വരരുത്, നിങ്ങൾ ആദ്യം പേജ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു, അവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ ആദ്യം കണ്ട നെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വ്യൂ കൊടുക്കുക. വ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? നിങ്ങളുടെ പേജിന്റെ പേരും യൂസർ നെയിമും കാണാം. പേര് ഓൾറെഡി അവിടെ ഉണ്ട്, ബിക്കോസ് നമ്മൾ പേര് കൊടുത്തിട്ടാണ് പേജ് തുടങ്ങിയത്, മൈ ബിസിനസ് ഹബ്ബ്. പക്ഷെ യൂസർ നെയിം ഇല്ല. എന്താണ് യൂസർ നെയിം? അവർ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് നോട്ട് സെറ്റ് യുവർ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ലിങ്കിൽ നോക്കിയപ്പോൾ നമുക്ക്
നമ്പർ 6255 എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് നമ്മൾ വിളിക്കാൻ കാര്യം ഇവിടെ യൂസർ നെയിം ഇല്ല. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന പേജിൽ യൂസർ നെയിം കാണില്ല. നമുക്കത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെ എഡിറ്റ് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം ഇവിടെ ആഡ് ചെയ്യാം. അവിടെയും ഒരു സൈക്കോളജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാർക്കറ്റിംഗ് സൈക്കോളജി. നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ പിക്ചർ കൊടുക്കായിരുന്നു. പക്ഷെ നമ്മൾ കൊടുത്ത എന്താണ്? നമ്മുടെ കമ്പനിയുടെ ലോഗോയാണ്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം, പക്ഷെ എപ്പോഴും കമ്പനിയുമായിട്ട് കമ്പനിയുടെ ബ്രാൻഡ് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പേരായിരിക്കണം ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും സ്വാഭാവികമായിട്ട് നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ കൊടുക്കും. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. പക്ഷെ കൊടുക്കുമ്പം സ്പേസ് പാടില്ല, എക്സ്ട്രാ അഡീഷണൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും പാടില്ല. സ്മോൾ ലെറ്റർ ആയിരിക്കും. മൈ ബിസിനസ് ഹബ്. ഓക്കെ, മൈ ബിസിനസ് ഹബ് എന്ന് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ തന്നേക്കുന്ന പേര് ഇവിടെ എന്താണ്, ഈ ടെമ്പററി അൺഅവൈലബിൾ ആണെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഞാൻ പറയുന്നു അതെന്താ പറഞ്ഞുതരാം. ഞാൻ പറയുന്നു മൈ ബിസിനസ് ഹബ്, അതിന്റെ കൂടെ ബാക്കി ഹബ് റീലോഡിങ് ഇഷ്യൂ ഉണ്ട്, നോക്കട്ടെ. ശരി, ഞാനിവിടെ ഇത് ഇപ്പൊ വേറൊരു പേജിലേക്ക് വന്നതാണ്. ആ 2 പേജ് ഇപ്പൊ തുടങ്ങിയോണ്ട് ചെറിയൊരു റീലോഡിങ് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഇതെന്താണ് ഈ പേജിന്റെ പേര് എന്നറിയാമോ? ഓട്ടോമൊബൈൽ എൻസൈക്ലോപീഡിയ എന്നാണ്. അപ്പം ഞാൻ ഇതിന്റെ പേര് ഓട്ടോ മൊബൈൽ എൻസൈക്ലോപീഡിയ എന്ന് കൊടുക്കുവാണ്. വീണ്ടും ഇവിടെ ഉണ്ട്. ശരി, തൽക്കാലം ഇത് നോക്കിയോളൂ. ഞാൻ ഓട്ടോമൊബൈൽ എന്ന് കൊടുത്തപ്പം അതിന്റെ സൈഡില് ഒരു കമന്റ് വന്നു. എന്താണെന്നറിയാമോ? യൂസർ നെയിം നോട്ട് അവൈലബിൾ. എന്താണ് ഈ യൂസർ നെയിം നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞേ? ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഓൾറെഡി ആരോ ഒരാൾ ഫേസ്ബുക്കിൽ പേജ് എടുത്തപ്പോൾ അദ്ദേഹം ഓട്ടോമൊബൈൽ എന്നുള്ള യൂസർ നെയിം കൊടുത്തു. ഇനി അതിന്റെ കൂടെ ഈ പേര് നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു പേരുകൾ ഓട്ടോമൊബൈൽ എൻസൈക്ലോ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ, എപ്പോഴാണോ നമുക്ക് ഈ ഇൻഡു മാർക്ക് മാറി ഇവിടെ ടിക്ക് യൂസർ നെയിം ഈസ് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് വരുന്നത്, അതുവരെ നമ്മൾ യൂസർ നെയിം മാറ്റി നോക്കുക. ഇപ്പം ഇത് മാറ്റുമ്പോഴത്തേക്ക് ആ എറർ മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എൻസൈക്ക് എന്നാക്കി. ഓക്കെ, ഇവിടെ വരില്ല. ഇവിടെ നമുക്കിപ്പോൾ ഒരു ഗ്രീൻ ടിക്ക് വന്നെങ്കിൽ നമുക്ക് ആ യൂസർ നെയിം ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ നീല കളറിൽ ആക്റ്റീവ് ആവും. നിങ്ങൾക്ക് സേവ് ചേഞ്ച് കൊടുക്കാം. കൊടുത്താൽ എന്താ ഉപയോഗം എന്ന് അറിയാമോ? അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ലിങ്ക് www.facebook.com/ ഇവിടെ എന്താണോ കൊടുത്തേക്കുന്നത് ഓട്ടോമൊബൈൽ EENC എന്നാണെങ്കിൽ EENC എന്ന് വരും. ഓട്ടോമൊബൈൽ ENC, ഇതാണ് യൂസർ നെയിം. ഓക്കെ, അപ്പം നിങ്ങൾ തിരിച്ച് നമ്മുടെ ആ പേജിലേക്ക് തന്നെ നമ്മൾ പോകുന്നു.
ശരി, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനറൽ പേജ് സെറ്റിംഗ്സിൽ രണ്ട് സെറ്റിംഗ്സേ ഉള്ളൂ, പേരും യൂസർ നെയിമും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ മനസ്സിലാകണ്ടേ? നമുക്ക് ഒരു പേജ് തുടങ്ങിയാൽ നമ്മൾ ഒരു പേരിട്ട് വേണേൽ വിളിച്ചു, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിന്റെ പേരും യൂസർ നെയിമും പിന്നീട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഒരു ലീഗൽ ഇഷ്യൂ വന്നു, മൈ ബിസിനസ് ഹബ്ബ് എന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേര് മാറ്റിയിട്ട് മൈ ഡിജിറ്റൽ ഹബ്ബ് എന്നാക്കി, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പേര് മാറാം. ധൈര്യമായിട്ട് ഇവിടെ വന്ന് എന്താണ് ഇവിടുന്ന് ഈ പേജ് സെറ്റപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മൈ ബിസിനസ് ഹബ്ബ് എന്നുള്ള നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അടുത്ത പേരാക്കാം. ഓക്കെ, യൂസർ നെയിം എപ്പോൾ വേണമെങ്കിലും മാറാം. പക്ഷെ മാറുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു നോട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ മാറ്റിയാൽ ഇഫ് യു ചേഞ്ച് യുവർ നെയിം ഓൺ ഫേസ്ബുക്ക്, അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് 60 ദിവസം കഴിഞ്ഞേ മാറ്റാൻ പറ്റൂ. ഒരു പേര് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 60 ഡേയ്സ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ അത് ചേഞ്ച് പറ്റത്തുള്ളൂ. ചേഞ്ച് പറ്റില്ല എന്ന് അവർ പറയുന്നില്ല, ബട്ട് ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പേര് യൂസർ നെയിമും സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ, ബിക്കോസ് അത് നമ്മുടെ ഏറ്റവും വലിയ ബ്രാൻഡിങ് ഫാക്ടറാണ്. ലോഗോ, പ്രൊഫൈൽ പിക്ചർ, കവർ പേജ്, പേരും യൂസർ നെയിമും. അപ്പം ഇത്രയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി മറ്റ് സെറ്റിങ്സുകൾ ഞാൻ തിരിച്ചു പോവുകയാണ് കേട്ടോ, തിരിച്ച് ബാക്ക് ഇറങ്ങി നമ്മുടെ പേജിലേക്ക് പോവുകയാണ്. നമ്മുടെ പേജിലേക്ക് വന്നു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഒരു സെറ്റിങ്സ് കണ്ടു, പേരും യൂസർ നെയിമും. ഇനി ഇത് കൂടാതെ എന്തൊക്കെ സെറ്റിങ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സെറ്റിങ്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ സെറ്റിങ്സ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുന്നു, സെറ്റിങ്സിൽ പോകുന്നു. അടുത്ത നമ്മുടെ ആവശ്യം എന്താണെന്നറിയാമോ? നമുക്ക് നിങ്ങളെല്ലാം അഡ്മിൻ എന്നുള്ളൊരു വാക്ക് കേട്ട് കാണും. സാധാരണ വാട്സാപ്പിന്റെ ഗ്രൂപ്പ് അഡ്മിൻ, ഫേസ്ബുക്കിന്റെ പേജിന്റെ അഡ്മിൻ എന്നൊക്കെ നമ്മൾ കേട്ട് കാണും. വാട്സാപ്പിന്റെ ഗ്രൂപ്പ് അഡ്മിൻ എന്താണ്? ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ് കാണും വാട്സാപ്പില്. പിന്നെ നിങ്ങൾ പണ്ട് കോളേജിലൊക്കെ പഠിച്ച കോളേജിന്റെയോ സ്കൂളിന്റെ ഒക്കെ ഗ്രൂപ്പ് കാണും. നമ്മളെല്ലാം ഓരോ, അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് കാണും. അപ്പൊ നമ്മളെല്ലാം ഓരോ ജീവിത പശ്ചാത്തലം അനുസരിച്ച് നമുക്കെല്ലാം ഓരോ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് കാണും. അപ്പൊ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചേ, ആരാണോ വാട്സാപ്പ് തുടങ്ങുന്നത്, സോ വാട്സാപ്പിലെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അദ്ദേഹമാണ് ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ, ആദ്യത്തെ അഡ്മിൻ. ഇനി അദ്ദേഹം നമ്മൾ ആ ഗ്രൂപ്പിലുള്ള മെമ്പർമാർക്ക് ആർക്കെങ്കിലും ഒരാളെ അഡ്മിൻ ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? അദ്ദേഹമാണ് നമ്മളെ അഡ്മിൻഷിപ്പ് ഷെയർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മളെല്ലാം വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കോഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, April 4 PM ബാച്ച് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു അഡ്മിൻ ആണ്. ഇനി നമ്മുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ എന്റെ കമ്പനിയിലോ ആർക്കെങ്കിലും ഒരാൾക്കും കൂടെ ഇതിന്റെ അഡ്മിൻ ആകണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെയും കൂടെ അഡ്മിൻ ആക്കുന്നതാണ്. അപ്പൊ രണ്ട് അഡ്മിൻസ് ആണ്. ഒന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ഒരു ഓണർ, ഈ ഓണർ പെർമിഷൻ നൽകുന്ന മറ്റൊരാൾ. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഫേസ്ബുക്ക് പേജും. ആരാണോ പേജ് തുടങ്ങുന്നത് അദ്ദേഹമാണ് ഫസ്റ്റ് അഡ്മിൻ അല്ലെങ്കിൽ ഓണർ ഓഫ് ദാറ്റ് പേജ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഈ പേജ് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനിയുടെ പേജ് കമ്പനിയുടെ ഒരു സ്റ്റാഫിനെ ഏൽപ്പിക്കണമെങ്കിൽ നമ്മൾ അഡ്മിൻഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അഡ്മിൻഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പണ്ട് ഫേസ്ബുക്കിൽ വളരെ എളുപ്പമായിരുന്നു. നമ്മൾ വാട്സാപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരാളെ ക്ലിക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന് അഡ്മിൻഷിപ്പ് പാസ് ചെയ്യുന്നു. അപ്പൊ ഫേസ്ബുക്ക് ഇങ്ങനെ വളർന്ന് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇപ്പൊ 6 മാസം കൂടുമ്പോഴത്തേക്ക് എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും അപ്ഡേറ്റഡ് ആകും. പുതിയ ഓപ്ഷൻസ് വരും, പഴയ ഓപ്ഷൻസ് ചിലപ്പോൾ മാറും, അല്ലെങ്കിൽ ഒരെണ്ണത്തിനെടുത്ത് മറ്റൊരു ഓപ്ഷന്റെ അകത്താക്കും. ഇങ്ങനെ കുറെ ചേഞ്ചസ് വരും. അത് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് ചേഞ്ച് വരുന്നത്. വാട്സാപ്പ് അങ്ങനെ പെട്ടെന്ന് അപ്ഡേറ്റ് ആകാറില്ല, ഫേസ്ബുക്ക് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ അങ്ങനെ കാലാന്തരമായ മാറ്റങ്ങളിൽ ഫേസ്ബുക്കും ഈ അഡ്മിൻഷിപ്പിന് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. കുറച്ചും കൂടെ ഒരു സെക്യൂർ ആക്കി. കാരണം ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ മുഖമുദ്രയാണ്. ആ പേജിന്റെ അഡ്മിൻഷിപ്പ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത്രത്തോളം സെക്യൂരിറ്റി ബേസ്ഡിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരാൾക്ക് അഡ്മിൻഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ളതിനെ നമ്മൾ ഫേസ്ബുക്കിൽ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ പേജ്
ആക്സസ് എന്നാണ് വിളിക്കുന്നത്. പേജ് ആക്സസ്. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ ഈ സെറ്റിംഗ്സിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ താഴെ നിങ്ങൾ വരുമ്പോൾ പെർമിഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. വെളിയിൽ നിൽക്കുന്ന ഒരാളെ അകത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പേജിന്റെ ഓണർഷിപ്പ് കൊടുക്കുകയാണ്. അപ്പൊ അതൊരു പെർമിഷൻ ആണല്ലോ. അതുകൊണ്ടാണ് അവർ പെർമിഷൻ എന്ന് ഓപ്ഷൻ വെച്ചേക്കുന്നത്. ഈ പെർമിഷനകത്ത് പെർമിഷൻ അല്ല, ഓഡിയൻസ് വിസിബിലിറ്റി. അതായത് നമ്മുടെ പേജ് ഓഡിയൻസ് ആയിട്ട് നിൽക്കുന്ന, പേജ് ഫോളോ ചെയ്യുന്നതോ പേജിനെ കാണുന്ന ഒരാളായിരിക്കും ഈ പുറത്ത് നിൽക്കുന്ന ആൾ. ഇദ്ദേഹത്തിന് അകത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പേജിന്റെ അഡ്മിൻഷിപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റിക്ക് അകത്ത് നമ്മൾ പേജ് ആക്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നോക്കണം. പേജ് ആക്സസ് അതെവിടെയാണ് ഇരിക്കുന്നത്? സെറ്റിംഗ്സ്, പോസ്റ്റ് സ്റ്റോറീസ്, പേജ് സെറ്റപ്പ്, ലോഡാവട്ടെ. നമ്മൾ നിന്നിന്റെ സ്ഥലം തന്നെയാണ്. പേജ് സെറ്റപ്പിനകത്തെ നമ്മൾ നെയിം ആണ് കണ്ടത്. അതിന്റെ തൊട്ട് താഴെയാണ് പേജ് ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ കൊടിയുടെ സിമ്പിളുള്ള, ഫ്ലാഗിന്റെ സിമ്പിളുള്ള പേജ് സെറ്റപ്പിനകത്ത് നെയിമിന്റെ തൊട്ട് താഴെയാണ് പേജ് ആക്സസ് വരുന്നത്. ഈ പേജ് ആക്സസിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരാളെ ഇൻവൈറ്റ് ചെയ്യുക, ഇൻവൈറ്റ് പീപ്പിൾ ടു ഹെൽപ്പ് ഓർ മാനേജ് യുവർ പേജ്. നിങ്ങളുടെ പേജ് നടത്തിപ്പിന് വേണ്ടി ഒരാളെയും കൂടെ കൺട്രോള് പാസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതിൽ വ്യൂ കൊടുക്കുക. ഓക്കെ, വ്യൂ കൊടുക്കുമ്പം നമുക്ക് രണ്ട് രീതിയിൽ ഒരാൾക്ക് നമ്മുടെ പേജിന്റെ അധികാരം പറഞ്ഞു കൊടുക്കാം. എങ്ങനെയാണത്? രണ്ട് രീതി. ഒന്ന്, ഒരാൾക്ക് പേജിൽ മൊത്തത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അധികാരം നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഓരോ ടാസ്കുകൾ മാത്രം ചെയ്യാനുള്ള അധികാരം കൊടുക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ പേജ് നടത്തിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പുറത്തു നിന്ന് എൻ്റെ ഒരു ഹെൽപ്പ് വേണം, ഇവിടെ വന്ന് ചെയ്യണം, എനിക്കൊന്നും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല എന്ന് തോന്നുമ്പോൾ എന്നെ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. എന്നെ ആഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ആ പേജിന്റെ മൊത്തത്തിലുള്ള അധികാരമോ അതിന് തുല്യമായ ഒരു അധികാരമോ എനിക്ക് തന്ന് അവിടെ ചേർക്കാം. ഇല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് ഓൺലൈനിൽ പരസ്യം കൊടുക്കാൻ അറിയാം. നിങ്ങൾക്ക് അതിന് അറിയാമായിരിക്കും, ചിലപ്പോൾ സമയമില്ലായിരിക്കും. അപ്പം പരസ്യങ്ങൾ നൽകാൻ വേണ്ടി മാത്രം എൻ്റെ സഹായം മതി, മറ്റൊരു കാര്യത്തിലും എൻ്റെ കൈ കടത്തരുതെന്നുണ്ടെങ്കിൽ ഇന്ന ടാസ്ക് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കാം. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ പീപ്പിൾ വിത്ത് ടാസ്ക് ആക്സസ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ഒരു ഓണർഷിപ്പ് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ കൊണ്ടുവരുന്ന ആൾക്ക് ഒരു ടാസ്ക് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം കൊടുക്കാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇത് രണ്ടും നോക്കാം. ആദ്യത്തെ പീപ്പിൾ വിത്ത് ഫേസ്ബുക്ക് ആക്സസ് എന്നുള്ളതിന്റെ നേരെയുള്ള ആഡ് ശ്രദ്ധിക്കുക. പീപ്പിൾ വിത്ത് ഫേസ്ബുക്ക് ആക്സസ് എന്നുള്ളതിന്റെ നേരെയുള്ള ആഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നമുക്ക് കുറച്ച് വാർണിംഗ് കാണിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറയുന്നു ഓക്കെ, നെക്സ്റ്റ്. ഇനി കൊടുക്കേണ്ടുന്ന ആളിന്റെ ഫേസ്ബുക്ക് പേരോ ഇമെയിൽ ഐ ഡിയോ സെർച്ച് ചെയ്യുക. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് അരുൺ എന്ന് പേരുള്ള ഒരാൾക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതില് ഈ അരുൺ എന്നുള്ള ആളാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇതാണെങ്കിൽ അദ്ദേഹത്തിനെ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കൊടുക്കാൻ പോവാണ്, ഗീവ് ആക്സസ്. എന്തൊക്കെ കാര്യങ്ങളെന്ന് അറിയാമോ? ഇതിനകത്ത് കണ്ടന്റുകൾ, പോസ്റ്റ് അദ്ദേഹത്തിന് ഇടാം. ഇതിനകത്ത് വരുന്ന മെസ്സേജും കോളുകളൊക്കെ അദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള മറ്റ് ആക്ടിവിറ്റി, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. പരസ്യം നൽകാൻ പറ്റും. ഇൻസൈറ്റ്, ഇതൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളാട്ടോ. ഇത് പരസ്യമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുവാണ്. പോരാത്തതിന് വേണമെങ്കിൽ ഈ അരുൺ എന്ന് പറഞ്ഞ ആൾക്ക് ഫുൾ കൺട്രോൾ, അതായത് എൻ്റെ ഇരിക്കുന്ന, ഞാനാണ് ഇതിന്റെ അഡ്മിൻ എങ്കിൽ എൻ്റെ അതേ പവർ വേണമെങ്കിൽ അരുണിന് കൊടുക്കാം. അത് ഇതൊന്ന് ഓണാക്കിയാൽ മതി. ഓഫ് ആക്കിയാൽ എൻ്റെ അത്രയും പവർ കിട്ടത്തില്ല, ഒരു പവർ കുറഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടും. എന്താണ് ആ ഒരു പവർ എന്നറിയാമോ?
പേജ് ഡിലീറ്റ് ചെയ്യാനുള്ള അധികാരം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി അത് കുറച്ചാളും ചെയ്യുന്നു. ഒരാളെ സഹായത്തിന് വിളിച്ചു, അദ്ദേഹത്തിന് ഫുൾ കൺട്രോൾ കൊടുത്തു, അദ്ദേഹം ഈ പേജ് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കുന്നു, നിങ്ങളെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു. ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്യാൻ ഒരു അഡ്മിനെ സാധിക്കൂ. ആ പവർ ആണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? ഈ ബട്ടൺ ഓൺ ചെയ്താൽ. അപ്പം ഇത് സാധാരണ നോക്കി വേണമെങ്കിൽ മാത്രം, അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം ഓൺ ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഈ ബട്ടൺ ഓഫ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഗീവ് ആക്സസ് എന്ന് കൊടുക്കുക. ഇപ്പൊ ഞാൻ കൊടുക്കുന്നില്ല. ഗീവ് ആക്സസ് എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഞാൻ ഈ സെലക്ട് ചെയ്ത അരുൺ എന്ന പേരുള്ള ഈ വ്യക്തിക്ക് ഒരു മെസ്സേജ് ചെല്ലും. എന്താണ്? ഇന്ന പേജിൽ നിങ്ങളെ അഡ്മിൻ ആക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു, കൺഫേം ചെയ്യണോ? അദ്ദേഹം കൺഫേം ചെയ്താൽ അഡ്മിനായി. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? സിമ്പിൾ ആണ്. അഡ്മിൻഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ സെറ്റിംഗ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഞാനിത് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തന്നെ നിങ്ങളെല്ലാം ഭാവിയിൽ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ആകുമ്പം നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയൊക്കെ സമീപിക്കും, അല്ലെങ്കിൽ മറ്റൊരാളെ പരസ്യം നൽകാനോ പേജുകൾ മാനേജ് ചെയ്യാനൊക്കെ ഏൽപ്പിക്കുമ്പോൾ അവർ പറയും, സാർ നിങ്ങളുടെ കമ്പനിയുടെ പേജിന്റെ ആക്സസ് ഒന്ന് ഷെയർ ചെയ്യുമോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇതേപോലെ അതിൽ എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അപകടങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ആരും മിണ്ടാതിരിക്കണ്ട. ഈ ആക്സസ് ഷെയർ ചെയ്യണ ഇത് നമ്മ പേജ് സെറ്റിംഗ്സിൽ തന്നെയാണോ നോക്കിയത്? ആ, അത് പറഞ്ഞുതരാം. നമ്മള് ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ പേജിന്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ പേജ് ഓക്കെ, നമ്മൾ നിൽക്കുന്ന മെയിൻ പേജ്, അവിടെ നിന്ന് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെറ്റിംഗ്സ്, നമ്മൾ നേരത്തെ കണ്ട അതേ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് വരുന്നു. താഴേക്ക് വരുമ്പോഴത്തേക്ക് പേജ് സെറ്റപ്പ് എന്നുള്ള ആ ഫ്ലാഗിന്റെ സിമ്പിൾ ഉള്ള ഓപ്ഷൻ, പേജ് സെറ്റപ്പ്. പേജ് സെറ്റപ്പിനകത്ത് നെയിം ആണ് നമ്മൾ നേരത്തെ കണ്ടത്, നെയിമും യൂസർ നെയിമും. അതിന്റെ തൊട്ട് താഴെ പേജ് ആക്സസ്, അതിൽ വ്യൂ കൊടുക്കുക. അപ്പൊ ഇത് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, എല്ലാവർക്കും ഇപ്പൊ ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. പേജ് ആക്സസ് നമ്മൾ ഇങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. തീർന്നില്ല കേട്ടോ, അവിടെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരാൾക്ക് മൊത്തത്തിൽ ഒരു കൺട്രോൾ കൊടുക്കണ്ട, ഇദ്ദേഹത്തിനെ ഞാൻ ഈ പേജിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന ഒരു കാര്യം ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക, പീപ്പിൾ വിത്ത് ടാസ്ക് ആക്സസ്. ഇതിന്റെ നേരെ അവിടെ ഒരു ആഡ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം വാണിംഗ് കാണിക്കും, നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അറിവോട് കൂടെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെയും ഞാൻ ആ പേര് സെർച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പൊ അരുൺ എസ് അരുൺ. ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത എന്നറിയാമോ? ഇവിടെ നമുക്ക് അദ്ദേഹം ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ മാത്രം ഓൺ ചെയ്തും ഓഫ് ചെയ്തും കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ പോസ്റ്റുകളൊക്കെ ഇടാനും സ്റ്റോറി ഇടാനൊക്കെ ആണോ, അതാണ് ഈ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത്, എങ്കിൽ കണ്ടന്റ് കൊടുക്കാം. ഓക്കെ, ഇനി അദ്ദേഹത്തിന് പരസ്യങ്ങൾ ചെയ്യാനുള്ള അനുവാദം വേണോ, ആഡ്സ് എന്നുള്ള അനുവാദം ഉണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ ഈ രണ്ട് ബട്ടൺസ് ഒരുമിച്ച് ഓൺ ആവുന്നത്. ആഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻസൈറ്റ് ഒക്കെ നിൽക്കുന്നത്. അപ്പം ആഡ്സ് എന്നുള്ളത് ഓൺ ചെയ്യുമ്പോൾ അത് കിട്ടും. ഇനി ഇതൊന്നുമല്ല, ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്ന എനിക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. എൻ്റെ കസ്റ്റമേഴ്സ് ഒക്കെ ഒരുപാട് ഓൺലൈൻ ഫേസ്ബുക്ക് വഴിയാണ് എന്നോട് ചാറ്റ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടോ, ഫോട്ടോ ഉണ്ടോ, പ്രൈസ് എത്രയാണ്, അതറിയാനാണെങ്കിൽ മെസ്സേജ്. അപ്പം ഇതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഓൺ ചെയ്ത് ഗീവ് ആക്സസ് കൊടുത്താൽ ഈ അരുൺ എന്ന വ്യക്തിക്ക് മറ്റൊന്നിലും കൈയടത്താക്കത്തില്ല. നമ്മുടെ ഈ പറഞ്ഞേക്കുന്ന കാര്യം മാത്രമേ പേജിൽ ചെയ്യാൻ പറ്റൂ. ഇത് കുറച്ചും കൂടെ സെക്യൂർഡ് ആണ്. പക്ഷെ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇനി ഭാവിയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയൊക്കെ നിങ്ങളെ പാർട്ടാക്കി വെക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ കണ്ടന്റും ആഡ്സും മാത്രം കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാത്രം ചെയ്യാം. നിങ്ങളുടെ പേജ് ഡിലീറ്റ് ചെയ്യാനോ, നിങ്ങളെ പിടിച്ച് പുറത്താക്കാനോ, നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാനോ, അതിനകത്ത് മറ്റു ആക്ടിവിറ്റീസിലൊന്നും അദ്ദേഹം കൈകടത്തത്തില്ല. ഇതാണ് രണ്ട് രീതി ഒരാൾക്ക് നമ്മൾ അഡ്മിൻഷിപ്പ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തു വരുവാണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട്. മറ്റൊന്നുമല്ല,
നമ്മൾ തീർച്ചയായിട്ടും ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുമ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം ഇതായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഇതേ പേര് വെച്ചിട്ട് നമ്മളൊരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യും. നമുക്കെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈലുകളുണ്ട്, നമ്മളെല്ലാം യൂസ് ചെയ്യാറുമുണ്ട്. അപ്പൊ അതേപോലെ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രൊഫൈൽ വേണം. ആരെങ്കിലും നമ്മുടെ കമ്പനിയുടെ പേര് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ വേണ്ടി, നമ്മുടെ കമ്പനിയെ കുറിച്ച് കാണാൻ ഒരു പേജ് വേണം. അതുകൊണ്ട് നമ്മൾ ഒരു പ്രൊഫൈൽ തുടങ്ങും. ഇനി അപ്പം നമ്മുടെ കമ്പനിയുടെ പേജ് ഫേസ്ബുക്കിലുണ്ട്, പ്രൊഫൈല് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇതിനെ തമ്മിൽ ക്ലബ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും? ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും എല്ലാം ഒരു കമ്പനിയുടെ കുടക്കീഴിൽ വരുന്നതുകൊണ്ടാണ്. മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിലാണ് ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് ഇവരെ എല്ലാം നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ലിങ്ക് ചെയ്താൽ നമുക്ക് ഒരിടത്ത് നിന്നുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാമിലോട്ടും, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിലോട്ടും. നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, ഇപ്പൊ അങ്ങനെ ഒരു ഫീച്ചർ കുറച്ച് നാൾ മുമ്പ് വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു, കുറച്ചും കൂടെ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടെസ്റ്റിംഗ് ആണ്, ബീറ്റ വേർഷനിൽ ഇരിക്കുകയാണ്. ക്രമേണ 2025 ആകുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടെ ധാരാളം ഫീച്ചേഴ്സ് പുറത്തിറക്കുന്നുണ്ട്. മാത്രമല്ല വാട്സാപ്പിലൊക്കെ ഇനി AI ചാറ്റ് ബോട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട്, നിങ്ങൾ ചാറ്റ് GPT ഒക്കെ കേട്ടാണോ? അതേപോലെ വാട്സാപ്പിനോട് നമുക്ക് ഇനി സംസാരിക്കാനൊക്കെ പറ്റും. അതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണ്. എനിവേ, ഇതെല്ലാം കൂടെ ഒരിടത്ത് നിന്ന് നമുക്ക് മാനേജ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു സിസ്റ്റം ഉണ്ട്. അതിനുവേണ്ടി നമ്മളിത് ക്ലബ് ചെയ്യണം. എന്തുകൊണ്ട് ക്ലബ് ചെയ്യണം എന്നറിയാമോ? മൈ ബിസിനസ് ഹബ്ബ് എന്നുള്ള ഈ ഒരു പേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഫേസ്ബുക്ക് പേജ്, ആ ഫേസ്ബുക്ക് പേജിന് അറിയത്തില്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് തിരിച്ചും അറിയത്തില്ല നിങ്ങൾക്കൊരു പേജ് ഉണ്ടെന്ന്. അപ്പൊ ബന്ധിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. ആ പ്രോസസ്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ലിങ്കിങ് ഫേസ്ബുക്ക് അക്കൗണ്ട് വിത്ത് ആൻ ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സാപ്പ് അക്കൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതിന് നമ്മൾ പോകേണ്ടത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ പേജിലെ സെറ്റിംഗ്സിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കണ്ട സെറ്റിംഗ്സ്, അവിടെ ഏറ്റവും താഴെ വരണം. ഏറ്റവും താഴെ വരുമ്പം പെർമിഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു കാറ്റഗറി. അതിലെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് കണ്ടോ? ആ ഒരു ചെയിൻ തന്നെയാണ് കാണിക്കുന്നത്. ലിങ്ക്ഡ് അക്കൗണ്ട്സിന്റെ ഒരു ചെയിൻ ആണ് കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പം അവർ പറയുന്നു ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, രണ്ട് ഓപ്ഷൻ. നോട്ട് കണക്റ്റഡ്, കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ കണക്ട് ചെയ്യാനാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വ്യൂ കൊടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ നേർക്കുള്ള വ്യൂ കൊടുക്കുന്നു. കണക്ട് അക്കൗണ്ട് എന്നുള്ള ഒരു ബട്ടൺ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. കണക്ട് അക്കൗണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ അവർ കുറച്ച് ഓപ്ഷൻ കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്, കണക്ട് ചെയ്താൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്യാൻ വന്നേക്കുന്നത്. കണക്ട്, വീണ്ടും കൺഫേം കൊടുക്കുന്നു. ഇപ്പൊ ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആവും ഇൻസ്റ്റാഗ്രാമിന്റെ. ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ, നിങ്ങൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, നമ്പർ വെച്ചിട്ടാണോ, യൂസർ നെയിം വെച്ചിട്ടാണോ, ഇമെയിൽ വെച്ചിട്ടാണോ, അത് ഏതാണെങ്കിലും അവിടെ ക്ലിക്ക് ചെയ്യണം. അതിന്റെ പാസ്വേഡും തെറ്റാതെ കൊടുത്ത് ലോഗിൻ കൊടുത്താൽ ഒരു 2 സെക്കൻഡ് സ്ക്രീൻ ഇങ്ങനെ കറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കണക്റ്റഡ് എന്ന് എഴുതി കാണിക്കും. കണക്ട് അക്കൗണ്ടിന് പകരം കണക്റ്റഡ് എന്ന് കാണിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേജ് എടുത്ത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ലിങ്ക്ഡ് അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പ് എന്ന് കാണും. അവിടെയും വ്യൂ കൊടുത്താൽ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ട്, വെറും അക്കൗണ്ട് അല്ല, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ വാട്സാപ്പ് ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ കാണാം വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ നമ്പറും കൂടെ കൊടുത്താൽ ഒരു OTP കിട്ടും വാട്സാപ്പിൽ. അത് കൊടുത്താൽ അതും ഇവിടെ കണക്റ്റഡ് ആവും. ഇത് നിർബന്ധമായിട്ട് എല്ലാവരും ബിസിനസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക. ബിക്കോസ് ഒരു കസ്റ്റമർ നമ്മുടെ ഫേസ്ബുക്കിൽ വന്നാൽ അദ്ദേഹത്തിന് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സാപ്പിന്റെ കണക്ഷനും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അദ്ദേഹം ഒന്നേന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയി നമ്മളെ തപ്പിക്കണ്ടുപിടിക്കണ്ട. അദ്ദേഹം ഒന്നേന്ന് വാട്സാപ്പിൽ ഇദ്ദേഹത്തിന് എങ്ങനെ കോൺടാക്ട് ചെയ്യും, മെസ്സേജ് അയക്കും, തപ്പി അടക്കണ്ട. ഇതെല്ലാം നമ്മുടെ ഫേസ്ബുക്കിൽ കണക്റ്റഡ് ആണെങ്കിൽ. ഇനി ഇതിന്റെ ഉപയോഗം ഇപ്പോഴൊന്നല്ല, വേറെ കുറച്ച് ഉപയോഗങ്ങളാണ്. എന്താണ്? നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ രണ്ടിലേക്കും പോസ്റ്റ് ഇടാം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ രണ്ടിലേക്കും പരസ്യങ്ങൾ ചെയ്യാം. അതെല്ലാം ഇനി നമ്മൾ കാണാൻ പോവാണ്. അപ്പം അതിന്റെ ബേസിക് ഫസ്റ്റ് റൂട്ട് ഇരിക്കുന്ന ഇവിടെയാണ് ലിങ്ക്ഡ് അക്കൗണ്ട്സ്. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കാണാം. ഫോർ എക്സാമ്പിൾ
കണ്ടോ, ഞാനിപ്പോൾ KFA ഇന്റീരിയർ എന്നുള്ളൊരു പേജിലാണ് വന്നത്. അവിടെ ഞാൻ ഇതേപോലെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് എടുത്തപ്പോൾ അവിടെ KFA ഇന്റീരിയർ ആൻഡ് ഡിസൈൻസ് എന്ന് പറഞ്ഞ അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ID അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇവിടെ കണക്റ്റഡ് ആണ്. വ്യൂ ഡീറ്റെയിൽസ് നടക്കുന്നത്. ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ജീവിതകാലം മൊത്തം നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം ID വെക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ പാസ്വേഡ് മറന്നു, നമ്മൾ ചിലപ്പോൾ കമ്പനി മാറും, വേറെ ഇൻസ്റ്റാഗ്രാം ID എടുക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് പുതിയ ID കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് പറയുവാണ്. നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ: ഫേസ്ബുക്കിൽ പേജ് തുടങ്ങുന്നത്, പേജ് തുടങ്ങിയിട്ട് ആദ്യം ചെയ്യേണ്ടത് പ്രൊഫൈൽ പിക്ചർ, രണ്ടാമത് കവർ പേജ്. ഇതിന് രണ്ടിനെ നമ്മളെ സഹായിക്കുന്ന ക്യാൻവ എന്ന് പറഞ്ഞൊരു ടൂൾ നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടത്? സെറ്റിങ്സുകൾ കുറച്ച് റെഡിയാക്കാനുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ യൂസർ നെയിം സെറ്റ് ചെയ്യാൻ പഠിച്ചു. ഒരാൾക്ക് അഡ്മിൻഷിപ്പ് പാസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പഠിച്ചു. ഇൻസ്റ്റാഗ്രാമിന് വാട്സാപ്പിനെ എങ്ങനെ കണക്ട് ചെയ്യണമെന്നും പഠിച്ചു. ഇനി നമ്മളൊരു കാര്യം കൂടെ തുടങ്ങി വയ്ക്കുവാണ്. വരും ക്ലാസ്സുകളിൽ അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എന്നാൽ നമുക്ക് മാർക്കറ്റിംഗിൽ പോകാമോ എന്ന് വെച്ചാൽ അല്ല. നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പം അർജന്റ് ആയിട്ട് വേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പേജിന്റെ ആദ്യത്തെ പോസ്റ്റ് നമ്മൾ ലൈവ് ആക്കണം. കാര്യം ഇതുവരെയും അതിനകത്ത് പോസ്റ്റുകളൊന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഒരു കവർ പേജ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു പോസ്റ്റ് ആയിട്ട് വരും, പക്ഷെ അതൊരു പോസ്റ്റ് ആയിട്ട് കണക്കാക്കില്ല. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് കണ്ടന്റ് ഉള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കി കൊടുക്കണം. ഓക്കെ, ഇനി നമ്മുടെയൊക്കെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴോ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോഴോ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ സെൽഫിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോസൊക്കെ ഇടാറുണ്ട്. പക്ഷേ നമ്മുടെ പേജ്, കമ്പനിയുടെ പേജ് എപ്പോഴും ഒരു പ്രൊഫഷണൽ രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരിക്കലും അതൊരു പേഴ്സണൽ രീതിയിൽ വരരുത്. കാര്യം പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മുടെ കമ്പനി റീഡ് ചെയ്യുമ്പോൾ അതൊരു കമ്പനി ആയിട്ട് തന്നെ തോന്നണം, ഒരാളുടെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യരുത്. ഇപ്പം ബൈജൂസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെപ്സി, നമ്മളിപ്പോൾ കണ്ട ഏതും ആയിക്കോട്ടെ, ഏതൊരു കമ്പനിയും നമ്മൾ നോക്കുമ്പോൾ പോസ്റ്ററുകൾ വളരെ കോമൺ ആണ്. പക്ഷെ അത് ഒരാളുടെ രീതിയിലോ ഒന്നുമല്ല, ആ കമ്പനി പുറത്തു വരുന്ന പോസ്റ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു പോസ്റ്റ് ഇവിടെ ഇടണം. എങ്ങനെയാ പോസ്റ്റ് ഇടുന്നത്? സിമിലർ ആണ്. നമ്മൾ എങ്ങനെയാണോ ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വീഡിയോ ഇടാം, റീൽ ഇടാം, ഫോട്ടോ ഓർ വീഡിയോ, ലൈവ് വീഡിയോ ഇടാം, റീൽസ് ഇടാം, ഫോട്ടോസ് ഓർ നോർമൽ വീഡിയോസ് ഇടാം. അപ്പൊ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മളോട് അവർ ചോദിക്കുന്നു വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. ഇവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ പോസ്റ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇവിടെ ഫോട്ടോ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ താഴെയുണ്ട്, ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പോസ്റ്റ് ചെയ്യാൻ. പക്ഷേ എന്ത് പോസ്റ്റ് ചെയ്യും, എങ്ങനെ പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇത്രയേ ഉള്ളൂ പോസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്കാലിറ്റി. ബട്ട് ഒരു കമ്പനി പേജിൽ വാട്ട് ടു പോസ്റ്റ്, എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്, ഹൗ ടു പ്രിപ്പയർ എ പോസ്റ്റ്, എങ്ങനെ ഒരു പോസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, വെൻ ടു പോസ്റ്റ്, എപ്പോൾ പോസ്റ്റ് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് ഒരു മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഓക്കെ, അപ്പം അതിനൊരു ഓരോരുത്തർക്ക് ഓരോ രീതികളുണ്ട് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ. പക്ഷെ കോമൺ ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ടുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത്. കാരണം എല്ലാവരുടെ ബിസിനസ്സും പല രീതിയിലുള്ള ബിസിനസ്സാണ്, പല ആവശ്യങ്ങളാണ്. ഇപ്പൊ കോമൺ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ മാത്രമല്ല, നമ്മൾ ഏതൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്താലും ആ പോസ്റ്ററിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് മിനിമം ടെക്സ്റ്റ് കണ്ടന്റ്. നമ്മൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ കുറവായിരിക്കണം, എന്നാൽ കൂടുതൽ എന്തായിരിക്കണം? മാക്സിമം വിഷ്വൽ കണ്ടന്റ്, കാണാനുള്ളതായിരിക്കണം കുറച്ചും കൂടെ കൂടുതൽ. അതിലാണ് നമ്മൾ എന്ത് വരുന്നത്? പിക്സ് വരുന്നത്. പിക്കോ ഫോട്ടോസോ കൂടുതലായിരിക്കണം. ഇതാണ് ഫസ്റ്റ് ഒരു റൂളായിട്ട് വെക്കേണ്ടത്. നിങ്ങൾ ധാരാളമായി തിക്കി തിരക്കി ടെക്സ്റ്റുകൾ നിങ്ങളുടെ പോസ്റ്ററിൽ വയ്ക്കരുത്. കാണാനുള്ള വിഷ്വൽ കണ്ടന്റ് ആയിരിക്കണം കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ്? ഞാനിവിടെ എഴുതി പോവാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. സെക്കൻഡ് പോയിന്റ്, ബ്രാൻഡ്
ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം. എന്തിലാണെന്ന് അറിയാമോ? കളേഴ്സിൽ. കളർ കൊടുക്കുമ്പോൾ നമ്മളൊരു ഇമേജ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു കളർ വേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ പോസ്റ്റർ നമ്മൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇതൊരു കളറാണ്, കണ്ടോ? ഇതൊരു പിക്ചറാണ്. അപ്പം ഈ പിക്ചറിലും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? മിനിമൽ ടെക്സ്റ്റ്. നമ്മളിപ്പോ ഇവിടെ ഇതൊരു മാർക്കറ്റിംഗ് പോസ്റ്റ് ആണ്. മിനിമം ടെക്സ്റ്റ് മാക്സിമം വിസിബിൾ ആയിട്ടുള്ള ഒരു പിക്ക് അത് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രാബ് ദ ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി, സ്റ്റഡി, ചൂസ് എന്ന് വെച്ചാൽ വളരെ മിനിമൽ ആണ്. ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ ഇമേജിന് പ്രാധാന്യം തോന്നണം, ഒന്നാമത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപയോഗിക്കുന്ന കളറും നമ്മളുമായിട്ട് ബ്രാൻഡ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മളുടെ ലോഗോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു നീല കളറിലാണ് വിചാരിക്കുക. അപ്പൊ നമ്മുടെ പോസ്റ്ററും ബ്ലൂവിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് അതായിരിക്കണം യൂസ് ചെയ്യേണ്ടത് നോർമലി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചില കളർ ഉണ്ടാവും. നമ്മുടെ പോസ്റ്ററിൽ റെഡും യെല്ലോയും ബ്ലൂ ആയിരിക്കും. ഇത് ഉപയോഗിക്കുക. ഇത് തന്നെ ആയിരിക്കണം അങ്ങോട്ടുള്ള ഇമേജുകൾക്കും ഉപയോഗിക്കേണ്ടത്. പറഞ്ഞു വന്നത്, ഇഷ്ടമനുസരിച്ച് എല്ലാ കളറും മറ്റേ റെയിൻബോ പോലെ, മഴവില്ല് പോലെ ഇരിക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് ഐഡന്റിറ്റി കിട്ടില്ല. പോസ്റ്റർ നല്ല രസമായിരിക്കും ചിലപ്പോൾ കാണാൻ, നമുക്ക് തോന്നും ആ നല്ല രസമാണ് പോസ്റ്റർ, ബട്ട് ബ്രാൻഡ് ഐഡന്റിറ്റി കിട്ടില്ല. എന്താ ഈ ബ്രാൻഡ് ഐഡന്റിറ്റി? പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ കമ്പനിയുടെ പോസ്റ്റർ കണ്ടാൽ അത് ഈ കമ്പനിയാണ്, ഞാൻ ഇന്നാളെ കണ്ടിരുന്നു എന്ന് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് കളറിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രമുഖ ബ്രാൻഡുകൾ എപ്പോഴും അവരുടെ കളർ തീം മാറാതെ വെക്കുന്നത്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു വെക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കമ്പനികളുടെ പരസ്യം വരുമ്പോൾ കളർ തീം മാറുന്നുണ്ടോ നോക്കുക. അത് 90% അവർ കീപ്പ് ചെയ്യും. കളർ വെച്ചിട്ട് നമുക്ക് കമ്പനി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് റൂൾ. ഓക്കെ, ഇനി തേർഡ് എന്താണ്? നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഈ ടെക്സ്റ്റിൽ വരേണ്ടത്. എല്ലാം കൂടെ എഴുതാൻ നമുക്ക് സ്ഥലമില്ല, കാര്യം ടെക്സ്റ്റ് മിനിമം ആണ്. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഒരു മാർക്കറ്റിംഗ് പോസ്റ്റർ തയ്യാറാക്കി ഇടേണ്ടത്. തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാലോ? ഒന്നുകിൽ ഫോട്ടോഷോപ്പ്, അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ഒരാളെ കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻവയിൽ പോയി വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് നമുക്ക് തന്നെ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആക്ച്വലി പോസ്റ്റർ പ്രിപ്പറേഷൻ മാർക്കറ്റിംഗ് ടീമിന് പുറത്താണ്. പിന്നെ നമ്മളത് ചെയ്യാൻ പഠിച്ചെടുത്ത് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജോലി എപ്പോഴും എന്താണ്? പോസ്റ്ററോ വീഡിയോ കൈ കിട്ടിയാൽ അതിനെ എങ്ങനെ ഓഡിയൻസിന്റെ ഇടയിലേക്ക് എത്തിക്കുക, വൈറലാക്കുക എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ആദ്യം പോസ്റ്റർ തയ്യാറായി എങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഫോട്ടോസ് ഓർ വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത്, ഇപ്പൊ ഞാനൊരു ഡമ്മി പോസ്റ്റ് കാണിച്ചു തരാം. പ്ലസിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ ഞാൻ ഇടുകയാണ്. എന്താണ്, 5 ദിവസം കൊണ്ട് കുറഞ്ഞ ചിലവിൽ ഒരു മോഡേൺ അടുക്കള എന്ന് പറഞ്ഞ ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ ഇടുന്നത്. അപ്പൊ ഇതിനകത്ത് കണ്ടോ, ഫോട്ടോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവർ കൊടുത്തേക്കുന്നത്. ഇമേജ് ടെക്സ്റ്റ് വളരെ കുറവാണ്. ഇതാണ് ഫോട്ടോ. ഓക്കെ, ഇനി വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതും? നമുക്ക് ഈ ഫോട്ടോയിൽ പറയാൻ പറ്റാത്ത കൂടുതലായിട്ടുള്ള എന്ത് ഡിസ്ക്രിപ്ഷൻ ആണോ അതിനെ കുറിച്ച് വേണം ഇവിടെ എഴുതാൻ. അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന പോസ്റ്ററിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്നുള്ളതിൽ എഴുതേണ്ടത്. പിടിയിട്ടുന്നുണ്ടോ? ഡൗട്ട് വരുന്നെങ്കിൽ ചോദിക്കുക. ആദ്യം പോസ്റ്റർ പ്രിപ്പയർ ചെയ്തു. പോസ്റ്ററിൽ വളരെ മിനിമം ആയിട്ട് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചു. ബാക്കി വരുന്ന പോയിന്റ്സ് നമ്മൾ ഇവിടെ വെച്ചു. ഇനി കളർ തീം നമ്മൾ അത് തന്നെ യൂസ് ചെയ്യും. ഇത് കണ്ടോ, ഇത് ഇവരുടെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും യെല്ലോ ആണ് ഇവരുടെ ലോഗോ. അതുകൊണ്ട് ഡിസൈനർ അതേപോലെ ഒരു ബ്ലൂവിന്റെ കോമ്പിനേഷൻ, യെല്ലോ ആൻഡ് വൈറ്റ് ടെക്സ്റ്റ്, വേറെ ഒരു കളറും ഇതിന്റെ ഇടയിൽ വരാതെ അദ്ദേഹം ശ്രദ്ധിച്ചു. ഇതാണ് ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി. ഇപ്പോഴും ഇത് ഈ ഒരു പാറ്റേൺ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എനിവേ, അപ്പം ഇവിടെ നമ്മൾ എന്താ എഴുതണ്ടേ? നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, ഇവിടെ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ. ഇതാണ് നമ്മൾ പോസ്റ്ററിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ആ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് ഒരു റൂൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ
ഞാൻ എഴുതി കാണിച്ചു തരാം. പോസ്റ്റർ എഴുതാനുള്ള രീതിയാണ്. ഫസ്റ്റ് എലമെന്റ് എന്നാണ് പറയുന്നത്. ആരോ ഒരാൾ റൈസ് ചെയ്തു. എന്താണ്? പറഞ്ഞോളൂ. ഏഞ്ചൽ എസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതോ എല്ലാവർക്കും കേൾക്കാമോ? എന്തെങ്കിലും ഓഡിയോ ഇഷ്യൂ ഉണ്ടോ? രോഹിത്തെ കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ഫൈൻ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം ഹുക്ക് എലമെന്റ് എന്താണ്. അത് നമ്മളൊരു ടെക്നിക്കൽ വാക്കാണ് ഹുക്ക് എലമെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഹുക്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ? അറ്റൻഷൻ സീക്കിങ്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന എന്തോ ഒരു കാര്യമാണ് ഈ ഹുക്ക് എലമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ പറയാറുണ്ട്, ഇതിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് നമ്മളുടെ ഫിഷിംഗ് ആയിട്ടാണ്. നമ്മൾ മീൻ പിടിക്കുന്ന ഒരു പ്രോസസ്സ്. നമ്മൾ മീനിനെ എങ്ങനെയാണ് പിടിക്കുന്നത്? നമ്മൾ എപ്പോഴും പറയാറുണ്ട് വല വീശി പിടിക്കാറുണ്ട്, പക്ഷെ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു കാര്യത്തിനാണ് പറയുന്നത്. ചൂണ്ടയുടെ അറ്റത്ത് നമ്മൾ ഒരു ഇര കൊളുത്തി ഈ ഇര എറിയുമ്പോഴാണ് മീൻ ആ ഇരയെ പിടിക്കാനാണ് വരുന്നത്. ഇരയെ പിടിക്കാൻ വരുമ്പോഴാണ് അത് ട്രാപ്പായി പോയി നമ്മൾ കരയിലോട്ട് ചൂണ്ട വെച്ച് വലിച്ചു കയറ്റുന്നത്. അപ്പം മീൻ എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് ആണ്. നമ്മൾ ആ ചൂണ്ട എറിയുന്ന ആളാണ് മാർക്കറ്റർ. ഈ മാർക്കറ്റർക്ക് വെള്ളത്തിൽ ഒരുപാട് മീൻ പോകുന്നുണ്ട്. ഈ മീനിനെ അട്രാക്ട് ചെയ്യുന്നത് ഈ ചൂണ്ടയുടെ അറ്റത്തെ ഇര വെച്ചിട്ടാണ് അട്രാക്ട് ചെയ്യുന്നത്. അതേപോലെയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്? ഫേസ്ബുക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത്, മൊബൈലിലാണെങ്കിൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകും, കമ്പ്യൂട്ടറിലാണെങ്കിൽ മൗസ് വെച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകും. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റിൽ നമ്മൾ നിൽക്കുന്നത് എപ്പോഴാണ്? അതിന്റെ ആ പറയുന്ന വീഡിയോയോടോ ആ ഇമേജിനോടോ അട്രാക്ഷൻ തോന്നിയാണ് നമ്മൾ നിൽക്കുന്നത്. അതിനാണ് നമ്മൾ ആദ്യം ഈ ഇമേജ് യൂസ് ചെയ്യുന്നത്. ഇമേജ് വളരെ അട്രാക്റ്റീവ് ആക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. ഓക്കെ, രണ്ടാമത് ആ ഇമേജ് കണ്ട് അട്രാക്ട് ചെയ്യാതെ ആള് ഇത് വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഇനി മുന്നോട്ട് ഇത് വായിക്കണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്ന് തോന്നിപ്പിക്കുന്ന വാക്കായിരിക്കണം ആദ്യത്തെ സെന്റൻസ്, ഹുക്ക് എലമെന്റ്. അതാണ് ചിലര് എഴുതുമ്പോൾ സുവർണ അവസരം, ഇത് നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ കണ്ടന്റിനെ ക്ലിക്ക് ചെയ്യാനോ റീഡ് ചെയ്യാനോ പ്രേരിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കണം ഫസ്റ്റ് സെന്റൻസ്. അത് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, സെക്കൻഡ് വരേണ്ടത് സെക്കൻഡ് പാരഗ്രാഫ്. ഇത് ഓരോ പാരഗ്രാഫ് ആണ് കേട്ടോ. ഫസ്റ്റ് പാര എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫ് വരുന്നത് പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഹൈലൈറ്റ്സ്. ഇത് ഇന്നതാണ് പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, 30 ദിവസത്തെ എന്താണ് ഫ്രീ ട്രയൽ നിങ്ങൾക്കുണ്ട്, 20% ഓഫർ ഉണ്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് സെക്കൻഡ് പാർട്ടിൽ വരേണ്ടത്, സെക്കൻഡ് പാരഗ്രാഫിൽ. ഓക്കെ, തേർഡ് പാരഗ്രാഫിൽ വരേണ്ടത് നമ്മൾ അതിനെ പറയുന്നത് CTA എന്നാണ്. ഈ വാക്ക് ഓർത്ത് വെച്ചോളാം, കോൾ ടു ആക്ഷൻ. ഇതെല്ലാം കണ്ട് വായിച്ച് ഇഷ്ടപ്പെട്ട് നമ്മളെ പ്രൊഡക്റ്റിനോട് ഇഷ്ടം തോന്നിയ ഒരാൾക്ക് നമ്മളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സമയമാണത്. അവിടെയാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ ഷോപ്പിന്റെ അഡ്രസ് ആകാം, ഫോൺ നമ്പർ ആകാം, നമ്മുടെ വാട്സാപ്പ് നമ്പർ ആകാം, വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്യാനുള്ള ലിങ്ക് ആകാം, വെബ്സൈറ്റ് ആകാം, എനിത്തിങ്. എന്തിലേക്കാണോ നിങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ടുവരേണ്ടത് ആ കാര്യം കൊടുക്കാം. അതാണ് കോൾ ടു ആക്ഷൻ.
നാലാമത് നിങ്ങൾ കണ്ടു കാണും, അവസാനം ഹാഷ് ടാഗ്സ് യൂസ് ചെയ്യും. ഇതാണ് ഒരു രീതി. ഇനി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് മറ്റൊരു ചാനൽ, നമുക്ക് വലിയ വലിയ ചാനലല്ല, നമ്മളിപ്പോൾ നമ്മുടെ ക്ലയന്റ്, നമ്മളൊരു ക്ലയന്റിനെ കാണിച്ചു തരാം. ക്ലയന്റിന്റെ ഒരു പോസ്റ്റ് നമുക്ക് എടുത്ത് പരിശോധിക്കാം. ഒരു ബൊട്ടീക്കാണ് ഇൻസ്റ്റയിൽ. ശരി, ഇതൊരു ആലപ്പുഴ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലയന്റ് ആണ്. അപ്പം ഇതിന്റെ ഒരു പോസ്റ്റർ നമ്മൾ റാൻഡ് ആയിട്ട് എടുത്ത് നോക്കാം. ഇപ്പൊ ഒരു ഇവര് വെഡിങ് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ബുട്ടീക്കാണ്. അപ്പൊ അവര് ഫോട്ടോ ഇട്ടു. അവർ പോസ്റ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല, ലൈവ് ഫോട്ടോസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഫോട്ടോസ് ഉപയോഗിച്ച് അവർ പോസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റർ കാണാൻ പറ്റും. കണ്ടോ, ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്തു. ഏതോ ആയിക്കോട്ടെ, അവരുടെ ഹെഡിങ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് നോക്കി നോക്കിയേ. ഇതാണ് ഫസ്റ്റ് സെന്റൻസ്. അൺവീൽ യുവർ ഇൻഡിവിജ്വാലിറ്റി ടു ബി സ്പോക്ക് ബ്രൈഡൽ ക്രിയേഷൻ എന്ന് പറഞ്ഞ 2 സ്മൈലി അവർ യൂസ് ചെയ്തു. പിന്നെ അവരുടെ ബൊട്ടീക്കിന്റെ സ്പെഷ്യാലിറ്റി, അറ്റ് അവർ ബൊട്ടീക്ക് വി ഡോണ്ട് സ്റ്റിച്ച് ഡ്രസ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ബൊട്ടീക്കിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അത് ചിലപ്പോൾ 1-2 പാരഗ്രാഫിൽ എടുത്ത് പറഞ്ഞു. മൂന്നാമത് അവർ പറഞ്ഞേക്കുന്നത് ഷോപ്പ് വിത്ത് അസ് എന്ന് പറഞ്ഞ അവരുടെ കടയുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ. ഇതാണ് കോൾ ടു ആക്ഷൻ. നാലാമത് ഹാഷ് ടാഗ്. അപ്പം ആദ്യം നമ്മുടെ ഈ സ്ക്രോളിംഗ് പിടിച്ചു നിർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോ നമ്മുടെ പ്രൊഡക്റ്റിന്റെ, അതിനുശേഷം അതിനനുസരിച്ചുള്ള ഒരു വാക്ക്, അതിനുശേഷം നമ്മുടെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിനുശേഷം കോൾ ടു ആക്ഷൻ, നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള രീതി, 4 ഹാഷ്ടാഗ്. ഇതായിരിക്കണം എപ്പോഴും നമ്മുടെ ഒരു പോസ്റ്റിന്റെ ടെക്സ്റ്റൽ ഡിസ്ക്രിപ്ഷൻ. ക്ലിയർ ആണോ? ഡൗട്ടുണ്ടോ? ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫസ്റ്റ് പോസ്റ്റ് ഫേസ്ബുക്കിൽ ലൈവ് ആക്കേണ്ടത്. ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിംഗിലേക്ക് കിടക്കേണ്ടത്. കാരണം പോസ്റ്റ് വന്നു കഴിഞ്ഞു, പേജ് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു, ഭംഗിയാക്കി പോസ്റ്റ് വന്നു കഴിഞ്ഞു. ഈ പോസ്റ്റിനെയാണ് ആസ് എ സോഷ്യൽ മീഡിയ മാർക്കറ്റർ നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത്. അത് പരസ്യം കൊടുത്തിട്ടാകാം, പരസ്യമില്ലാതെ ആകാം, മറ്റ് ചില ഓർഗാനിക് മെത്തേഡുകളാകാം. എനിവേ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്യുവറായിട്ട് എങ്ങനെ പരസ്യം കൊടുക്കാം എന്നുള്ളതാണ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഇതിൽ ഡൗട്ട്സ് ഉണ്ടോ? അപ്പം ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇവിടുന്ന് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവുകയാണ്. മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നാണ് അതിന്റെ പേര്. മെറ്റാ ബിസിനസ് സ്യൂട്ട്, ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഫേസ്ബുക്കിനെയും ഇൻസ്റ്റാഗ്രാമിനെയും വാട്സാപ്പിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് മെറ്റാ ബിസിനസ് സ്യൂട്ട്. അതിനെ ഒന്ന് പരിചയപ്പെടും. അതിനുശേഷം നമ്മൾ നേരെ ഫേസ്ബുക്ക് ആഡ്സിലേക്ക് കടക്കും. ഓക്കെ, അത് നാളെയാണ്, വെള്ളിയാഴ്ച ഇതേ സമയം 4 മണിക്കാണ് നമ്മുടെ അടുത്ത ക്ലാസ് വരുന്നത്. കാര്യം ഇന്നലെ നമുക്കൊരു ക്ലാസ് മിസ്സായതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച നാളെ അടുത്തൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ റെക്കോർഡിംഗ് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. ആ ലിങ്കിൽ കയറി നോക്കിയാൽ ഒരു ഡ്രൈവാണ്, ഡ്രൈവിൽ ഒരു ഫോൾഡർ കാണും. ആ ഫോൾഡറിൽ കയറി നോക്കിയാൽ ഓരോ ദിവസം അനുസരിച്ച് നിങ്ങൾക്ക് ദിവസത്തിന്റെ പേരനുസരിച്ച് ആ വീഡിയോസ് അവിടെ അവൈലബിൾ ആയിരിക്കും. കണ്ടു നോക്കിയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഉണ്ടോ ഡിസ്കസ് ചെയ്യാൻ? ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ലീവ് ചെയ്യാം, നാളെ കാണാം നമുക്ക്. രോഹിത്, സൂരജ്, വിഷ്ണു. ഓക്കെ, താങ്ക് യു.